ഗുഡ് മോർണിംഗ് ഓപ്പണിംഗ് ആർട്സ് വിത്ത് വൈഫിൻ്റെ ഒരു പുതിയ സെഷനിലേക്ക് എല്ലാ പ്രേക്ഷകരെയും സ്വാഗതം ചെയ്യുകയാണ്. ഗുഡ് മോർണിംഗ് സുരേഷ് സർ. ഹാപ്പി മോർണിംഗ് ജാസ്മിൻ. സർ, ഏതായാലും ഇന്ന് മാർക്കറ്റിൽ ഒരു എക്സ്പയറി ഡേ ആണ്. നിഫ്റ്റി 50യെ സംബന്ധിച്ചിടത്തോളം ആദ്യ മിനിറ്റുകളിൽ ഒരു ഫ്ലാറ്റ് ടു പോസിറ്റീവ് നോട്ടിലുള്ള ട്രേഡിംഗ് കാണുന്നുണ്ട്. 24,800 സസ്റ്റെയിൻ ചെയ്യുന്നതായിട്ടാണ് ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത്. എക്സ്പയറി ഡേ ആയതുകൊണ്ട് തന്നെ കാര്യമായിട്ടുള്ള ഒരു വോളറ്റിലിറ്റിയും നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. മറ്റ് പ്രധാനപ്പെട്ട ഇൻഡെക്സുകളിലേക്ക് വന്നാൽ ഇന്ന് IT ആണ് ആദ്യ മിനിറ്റുകളിൽ വളരെയധികം ഒരു സപ്പോർട്ട് നൽകുന്നത്. ഓൾമോസ്റ്റ് 2% കൂടുതലുള്ള ഒരു മുന്നേറ്റം നിഫ്റ്റി ITയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നു. മറ്റ് പ്രധാനപ്പെട്ട സെക്ടേഴ്സിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്ന് ഓട്ടോ ഒരു ഫ്ലാറ്റ് ടു പോസിറ്റീവ് നോട്ടിലാണ്. മെറ്റൽ മേഖലയിൽ ഒരു ഫ്ലാറ്റ് ടു നെഗറ്റീവ് നോട്ടിലുള്ള ട്രേഡിംഗ് നടക്കുന്നു. അങ്ങനെ ആദ്യ മിനിറ്റുകളിൽ വളരെ മിക്സഡ് ആയിട്ടുള്ള ഒരു വ്യൂ ആണ് സെക്ടോറിയൽ ഇൻഡീസസുകളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. എഗെയിൻ ഇന്നലത്തെ ഒരു മാർക്കറ്റ് പെർഫോമൻസ് നോക്കിക്കഴിഞ്ഞാലും ഓട്ടോ അതോടൊപ്പം തന്നെ മെറ്റൽ മേഖലയിലുള്ള ഒരു മുന്നേറ്റം തുടരുന്നതായിട്ടാണ് കാണാൻ സാധിച്ചത്. ഇന്നിപ്പോൾ ബാങ്ക് നിഫ്റ്റിയുടെ ഒരു പെർഫോമൻസിലേക്ക് വന്നു കഴിഞ്ഞാൽ നിഫ്റ്റിക്ക് സമാനമായിക്കൊണ്ട് തന്നെ ഒരു ഫ്ലാറ്റ് ടു പോസിറ്റീവ് നോട്ടിലുള്ള ഒരു ട്രേഡിംഗ് ആണ് കാണാൻ സാധിക്കുന്നത്. ഹാൻഡ് ഓവേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അമേരിക്കൻ മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം ഒരു നേട്ടത്തിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. നാസ്ഡാക്ക് 0.46% ഒരു മുന്നേറ്റം രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. ഡൗ ജോൺസ് ഒരു ഫ്ലാറ്റ് പോസിറ്റീവ് നോട്ടിലായിരുന്നു ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. S&P 500ലും 0.21% ഒരു നേട്ടം രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. ഏതായാലും കാര്യമായിട്ടുള്ള ഒരു ഡീലുകൾ അമേരിക്കയും ഇന്ത്യയും തമ്മിൽ ഈ ഒരു ട്രേഡ് താരിഫിൻ്റെ കാര്യത്തിൽ വന്നിട്ടില്ല. അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ചർച്ചകളുടെ ഒരു അപ്ഡേഷൻസോ ഒന്നും തന്നെ വന്നിട്ടില്ല എന്നാണ് അറിയാൻ സാധിക്കുന്നത്. മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു കാര്യമായിട്ടുള്ള ഒരു റിയാക്ഷൻസ് നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. വളരെ ഒരു മൈൽഡായിട്ടുള്ള ഒരു മൂവ്മെൻ്റ് ആയിരുന്നു. ഗ്രാജ്വലി മൂവ് ചെയ്യുന്നതായിരുന്നു ഇന്നലെയൊക്കെ തന്നെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത്. സർ, ഇനി മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ എക്സ്പെക്ട് ചെയ്തിരിക്കേണ്ടത് എന്തൊക്കെയാണ്? ഇതിന് പുറമെ മറ്റ് പ്രധാനപ്പെട്ട എന്തൊക്കെ വാർത്തകളാണ് നമ്മൾ ഇന്ന് പ്രേക്ഷകരുമായിട്ട് പങ്കുവയ്ക്കുന്നത്? ജാസ്മിൻ, ഞാനിന്നിപ്പോൾ മാർക്കറ്റ് നോക്കുമ്പോൾ ആദ്യത്തെ ടോപ്പ് 3 ഗെയിനേഴ്സ് എന്ന് പറയുന്നത് ഇൻഫോസിസും വിപ്രോയും ടെക് മഹീന്ദ്രയാണ്. IT ഇൻഡെക്സ് ആണ് എന്നുള്ളതാണ്. അപ്പോൾ ആക്ച്വലി ഞാനിന്ന് നമ്മുടെ ഈ സ്പോട്ട്ലൈറ്റ് ഷോയ്ക്ക് വേണ്ടി ഈ ഓപ്പണിംഗ് അവർ ഷോയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ എഴുതി വെച്ചപ്പോൾ ഞാൻ പറയണം എന്ന് വിചാരിച്ചാണ്. പക്ഷേ മാർക്കറ്റിൽ ഇത്രയും വലിയൊരു ബമ്പപ്പ് IT സ്റ്റോക്സിന് തുടക്കം തന്നെ ലഭിക്കുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. കാര്യം അതിനകത്തൊരു ശരിക്കും പറഞ്ഞാൽ ഒരു പ്ലസ് പോയിന്റും ഒരു മൈനസ് പോയിന്റും ITയെ സംബന്ധിച്ചുണ്ട്. അതായത് ഒരു അഡ്വാൻറ്റേജും ഒരു ഡിസഡ്വാൻറ്റേജും ഉണ്ട്. അതൊരു പോസിറ്റീവ് ന്യൂസ് എന്ന് പറയുന്നത് ഇൻഫോസിസിനെ സംബന്ധിച്ചിടത്തോളം ദർ ഈസ് എ പ്രൊപ്പോസൽ ഫോർ എ ബൈ ബാക്ക്. അതായത് ഇപ്പോൾ ഇന്നലെ ക്ലോസിംഗ് എനിക്ക് തോന്നുന്നു 1434 രൂപ എങ്ങാണ്ടായിരുന്നു ഇൻഫോസിസ്. ഇപ്പോൾ എനിക്ക് തോന്നുന്നു 1487 ആസ് ഐ സ്പീക്ക് റൈറ്റ് നൗ. 1034 രൂപയുള്ള ഒരു സ്റ്റോക്കിനെ കമ്പനി ബൈബാക്ക് ഏതാണ്ട് ആലോചിക്കുന്നത് അല്ലെങ്കിൽ അവർ ഫിക്സ് ചെയ്യാൻ പോകുന്നത് 1850 ആണെന്നുള്ളത്. ആ 1850 എന്ന് പറഞ്ഞാൽ 1430 ഇവിടെ കിടക്കുന്നു, 1850 ഇവിടെ കിടക്കുന്നു. അവിടെ ഒരു ബൈബാക്ക് വരിക എന്ന് പറയുന്നത് മാനേജ്മെന്റ് കോൺഫിഡൻസ് ആണ്. അപ്പോൾ ബൈബാക്ക് എന്ന് പറഞ്ഞാൽ കമ്പനി തിരിച്ചു മേടിക്കുന്നു. അതായത് കമ്പനിയുടെ ബാലൻസ് ഷീറ്റിൽ കിടക്കുന്ന ഫ്രീ ക്യാഷ് ഫ്ലോ ഉപയോഗിച്ച് ഷെയർ ഹോൾഡേഴ്സിന്റെ കയ്യിൽ നിന്ന് ഷെയർസ് തിരിച്ചു മേടിക്കുന്നു. അതായത് നമ്മൾ ആലോചിക്കണം ഈ ന്യൂസിൻ്റെ ഇമ്പാക്റ്റ് എന്താണെന്ന്. അതായത് ഇപ്പോൾ ഈ ഔട്ട്സോഴ്സിങ്ങിന് എഗെയിൻസ്റ്റ് ആയിട്ട് US വളരെ നെഗറ്റീവായിട്ടുള്ളൊരു സെൻറ്റിമെൻറ്റും വൈബും നിലനിൽക്കുമ്പോൾ തന്നെ ഇൻഫോസിസിൻ്റെ മാനേജ്മെൻറ്റ് കമ്പനിയുടെ പൈസ ഉപയോഗിച്ച് ഷെയർ ഹോൾഡേഴ്സിൻ്റെ നിന്ന് 1850 രൂപയ്ക്ക് തിരിച്ചു മേടിക്കുക എന്ന് പറഞ്ഞാൽ വളരെ പോസിറ്റീവായിട്ടുള്ളൊരു ന്യൂസ് തന്നെ ആയിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ ശരിക്കും ഇതിനകത്ത് എപ്പോഴൊക്കെ ഈ ഇൻഫി ബൈബാക്ക് ചെയ്തിരുന്നോ അവിടെ നിന്നൊക്കെ ഈ ഇൻഫിയുടെ സ്റ്റോക്ക് 12 തൊട്ട് 20% ഞാൻ പറയാൻ കഴിച്ചാൽ പല ഘട്ടങ്ങളിൽ ചില ഘട്ടങ്ങളിൽ 12% കയറിയിട്ടുണ്ട്, ചില സന്ദർഭങ്ങളിൽ 20% വരെ കയറിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ 2017 അവർ ബൈബാക്ക് ചെയ്തു, 2019 ബൈബാക്ക് ചെയ്തു, 2021 ബൈബാക്ക് ചെയ്തു, 2022 ബൈബാക്ക് ചെയ്തു. ഇപ്പോൾ 2025 1436 രൂപ അല്ലെങ്കിൽ ഇപ്പോൾ 1486 രൂപയിൽ ട്രേഡ് ചെയ്യുന്ന സ്റ്റോക്കിനെ അവർ 1850 രൂപയ്ക്ക് ബൈബാക്ക് ചെയ്യാൻ പോകുന്നു. അതുവഴി കമ്പനിയുടെ ഫ്രീ ക്യാഷ് ഫ്ലോ ഷെയർ ഹോൾഡേഴ്സിൻ്റെ കയ്യിലേക്ക് എത്തിക്കുന്നു, കമ്പനിയുടെ ഷെയർസിൻ്റെ സ്റ്റേക്ക് ഇൻക്രീസ് ചെയ്യുകയും ചെയ്യുന്നു എന്നുള്ളൊരു ആക്ടിവിറ്റി ആണല്ലോ ഈ ബൈബാക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ശരിക്കും ആ ബൈബാക്കിൻ്റെ ആ ഒരു ഈവൻറ്റിനെ കാണിക്കുന്നത് എന്തോരം കോൺഫിഡൻ്റ് ആണ് ഇൻഫോസിസ് മാനേജ്മെൻറ്റ് എന്നുള്ളതാണ് ഒരു സൈഡിൽ. ഇതാണ് ഞാൻ പറഞ്ഞൊരു പോസിറ്റീവായിട്ടുള്ള കാര്യം. നെഗറ്റീവായിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ ഇവിടെ ഹയർ എന്ന് പറഞ്ഞിട്ട് US ഒരു ആക്ട് ഉണ്ട്. ഹയർ എന്ന് പറഞ്ഞാൽ ഹോൾട്ടിംഗ് ഇന്റർനാഷണൽ റീലൊക്കേഷൻ ഓഫ് എംപ്ലോയ്മെന്റ് ആക്ട്. ഹോൾട്ടിംഗ് ഇന്റർനാഷണൽ റീലൊക്കേഷൻ ഓഫ് എംപ്ലോയ്മെന്റ് ആക്ട്, അതിനെ ഹയർ ആക്ട് HIRE ആക്ട് എന്നാണ് പറയുന്നത്. ഈ ബില്ല് ഇൻട്രൊഡ്യൂസ് ചെയ്ത് സെനറ്റർ ബെർണി മൊറേനോ ആണ്.
അതായത് ഒഹായോയിലെ സെനറ്ററാണ് ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്തേക്കണേ. ഇത് പാസ്സായിട്ടില്ല, ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടേ ഉള്ളൂ. ഇത് ബേസിക്കലി ഈ ഔട്ട്സോഴ്സിങ്ങിനെ കർബ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഔട്ട്സോഴ്സിനെ കുറയ്ക്കാൻ അല്ലെങ്കിൽ നിർത്തലാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഹയർ ആക്ട് അല്ലെങ്കിൽ ഹയർ ബില്ല് എന്ന് പറയുന്നത്. അപ്പോൾ ഈ പോളിസി ഓർ ലോ ഈസ് എയിംഡ് അറ്റ് കമ്പനീസ് ദോസ് ഹു ആർ ഹയറിംഗ് ഫോറിൻ വർക്കേഴ്സ്. അപ്പോൾ ഇത് ആർക്കാണ് ആപ്ലിക്കബിൾ ആയിട്ട് വരുന്നത്? ഫോറിൻ വർക്കേഴ്സിനെ ഹയർ ചെയ്യണ അമേരിക്കൻ കമ്പനീസ് അല്ലെങ്കിൽ കമ്പനീസ് ഇൻ US എന്നുള്ളതാണ് ഈ ആക്ട് അഫക്റ്റ് ചെയ്യുന്നത് എന്നുള്ള. ഇൻ്റർനാഷണൽ റീലൊക്കേഷൻ എന്ന് വെച്ചാൽ എന്താ? കമ്പനീസ് ഷിഫ്റ്റിംഗ് ജോബ് ഫ്രം യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ടു സം അതർ ഫോറിൻ കൺട്രി. അതായത് ഔട്ട്സോഴ്സിംഗ് എന്ന് നമുക്ക് ബ്രോഡ്ലി ഒന്ന് പറഞ്ഞു വയ്ക്കാം എന്നുള്ളതാണ്. അപ്പോൾ ഈ എംപ്ലോയ്മെൻറ്റ് ആക്ട് ഹോൾട്ട് ചെയ്യുന്നത് എന്താണ്? ടു സ്റ്റോപ്പ് or reduce outsourcing of American jobs to other countries. അതാണ് ബേസിക്കലി. അതായത് ടോട്ടലി നമ്മൾ പറയുകയാണെങ്കിൽ IT-ക്കും അതേപോലെ ഫാർമ പോലെയുള്ള കമ്പനികൾക്ക് ഇതിന് എതിരാണ് എന്നുള്ള. അത് മാത്രമല്ല, ഇത് ഇതുവരെ പാസ് ചെയ്തിട്ടില്ല. ഇതിൻ്റെ പാസ് ആവുകയുള്ള ഇംപ്ലിക്കേഷൻസ് എന്താണെന്നറിയോ? 25% എക്സൈസ് ടാക്സ് ഓൺ പേയ്മെൻറ്റ്സ് മെയ്ഡ് ടു ഫോറിൻ ലേബേഴ്സ്. അതായത് ഫോറിൻ എംപ്ലോയീസ് കൊടുക്കുന്ന പേയ്മെൻറ്റിൽ 25% ഓഫ് എക്സൈസ് ടാക്സ്. ഇത് ഒന്നില്ലെങ്കിൽ എംപ്ലോയിയുടെ കയ്യിൽ നിന്ന് പിടിക്കും, അല്ലെങ്കിൽ കമ്പനി അത് കോമ്പൻസേറ്റ് ചെയ്യണം. എങ്ങനെ വന്നാലും ഔട്ട്സോഴ്സിങ്ങിന് എതിരായിട്ട് വരുന്ന ഒരു ആക്ടിവിറ്റി ആണ് എന്നുള്ള കാര്യത്തിൽ വളരെ ക്ലിയർ ആണ് ബെർണി മൊറേനോ. ഞാനിത് എന്തുകൊണ്ട് പറഞ്ഞു വെക്കുന്നു എന്ന് വെച്ചാൽ, ഇന്നത്തെ ഷോയിൽ ഞാൻ അമേരിക്കയിൽ നടക്കുന്ന ചെറിയ 2-3 കാര്യങ്ങൾ പറയാം. ഇത് റിഫ്ലക്റ്റ് ചെയ്യണത് ശരിക്കും നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റിനെ സംബന്ധിച്ച് ചിലപ്പോൾ ബന്ധം വരുന്ന നിർബന്ധമില്ല. ബട്ട് എന്താണ് അവിടുത്തെ മൂഡ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ എൻ്റെ കൂടെ പഠിച്ച ഒരുപാട് പേര് US സോഫ്റ്റ്വെയർ സൈഡിലുണ്ട്. ഞാൻ 1995-96 ട്രിവാൻഡ്രം എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്ന് ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ പഠിച്ച് പാസ്സായി. ഞാനും സോഫ്റ്റ്വെയർ ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്തിട്ടാണ് ഫണ്ട് മാനേജ്മെന്റിലേക്ക് ആക്സിഡന്റലി വരുന്നത്. ഇപ്പം ഞാൻ നിങ്ങളുടെ മുന്നിൽ ഓപ്പണിംഗ് അവേഴ്സിൻ്റെ സീറ്റിൽ ഇരിക്കുന്നു എന്ന് മാത്രം. എൻ്റെ കൂടെയുള്ള പലർക്കും സിലിക്കോൺ വാലി മുതൽ ആപ്പിളുള്ള പല കമ്പനികളിലും എൻ്റെ ഫ്രണ്ട്സ് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവിടെ ഉള്ളൊരു ഇമോഷൻസ് ഞാൻ നമ്മുടെ പ്രേക്ഷകർക്ക് ഒന്ന് പാസ് ഓൺ ചെയ്ത് കൊടുക്കുന്നു എന്നുള്ളൂ. അപ്പോൾ ഈ ഒരു എന്താ പറയുക, ഈ ഒരു പുതിയ ഹയർ ആക്ട് വന്നത് കാരണം കുറച്ച് നെഗറ്റീവ് IT സ്റ്റോക്സിലുണ്ട്. ഇൻസ്പൈറ്റ് ഓഫ് ദാറ്റ് IT സ്റ്റോക്സ് ഇസ് മൂവിങ് എന്നുള്ളതാണ് അതിൻ്റെ രസകാര്യം. കാര്യം ഈ ആക്ടിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ, ഇന്ത്യൻ കമ്പനീസ് നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മളൊരു ബോൾ പാർക്ക് എസ്റ്റിമേറ്റ്, ഒന്ന് ജസ്റ്റ് ഒരു എന്താ പറയുക, ഒരു റഫ് കാൽക്കുലേഷൻ നോക്കുകയാണെങ്കിൽ പല കമ്പനികളുടെയും US നിന്നുള്ള റവന്യൂ നമ്മൾ നോക്കുകയാണെങ്കിൽ ആക്ച്വലി ഞാൻ സർപ്രൈസ്ഡ് ആയിപ്പോയി എന്നുള്ള. HCL ടെക്കിൻ്റെ 61% അമേരിക്കയിൽ നിന്ന്, 61%. ഇൻഫോസിസിൻ്റെ 60%, വിപ്രോൻ്റെ 60%, ടെക് മഹീന്ദ്രയുടെ 50%, TCSനാണ് കുറച്ചെങ്കിലും കുറവുള്ള 49.5%, LTI മൈൻട്രീസ് 72% US ആണ്, എംഫസിസിൻ്റെ 74%, കൊഫോർജിൻ്റെ 70%, പെർസിസ്റ്റൻസിൻ്റെ 77%, ബിർള സോഫ്റ്റിൻ്റെ 70%. ഇങ്ങനെയാണ് ഇവരുടെ റവന്യൂ മോഡൽ കിടക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു നെഗറ്റീവ് ന്യൂസ് ഉണ്ടായിട്ട് പോലും ഇൻഫോസിസിൻ്റെ പോസിറ്റീവ് ന്യൂസ് ഇതിനെ ഓവർ റൈഡ് ചെയ്ത്, പക്ഷേ ഇൻഫോസിസ് മാത്രമാണ് മാർക്കറ്റിൽ കയറിയിരുന്നെങ്കിൽ എനിക്ക് മനസ്സിലാക്കാം. അതിൻ്റെ കൂടെ വിപ്രോയും ടെക് മഹീന്ദ്രയും കയറിയിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പം ഞാൻ എന്താണ് ഈ ഇൻഡെക്സ് ഗെയിനേഴ്സിനെ പറയുന്നത്? ഈ ഇൻഡെക്സ് ഗെയിനേഴ്സ് ഇന്നത്തെ ദിവസം ആ സ്റ്റോക്ക് കയറി നമുക്കൊരു ട്രേഡിംഗ് പ്രോഫിറ്റ് കിട്ടിയെന്ന് മാത്രമല്ല, പൊതുവേ ഒരു മാർക്കറ്റിൻ്റെ ഡയറക്ഷനും കൂടെ തരുന്ന ഒരു ഇൻഡിക്കേറ്റർ ആയതുകൊണ്ട് ഞാനത് വാച്ച് ചെയ്യുന്നു. ഇന്നിപ്പോൾ ഇൻഫോസിസ് മാത്രം കയറിയെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ കാര്യം ബൈബാക്ക് 1436 ഇന്നലെ ക്ലോസ് ചെയ്ത സ്റ്റോക്കിന് 1850 രൂപയ്ക്ക് കമ്പനി ബൈബാക്ക് ചെയ്യുമെന്നെങ്കിൽ അതിനൊരു പോസിറ്റീവ് ബയസ് ഉണ്ടാക്കാം, പോസിറ്റീവ് ബയസ് മാർക്കറ്റിൽ ഉണ്ടാവാമെന്ന് നമുക്ക് ഡിഫോൾട്ടായിട്ട് തന്നെ മനസ്സിലാക്കാം. പക്ഷേ അത് മാത്രമല്ല, ഈ IT സെക്ടറിന് കംപ്ലീറ്റ് ഔട്ട്സോഴ്സിങ്ങിൻ്റെ ഒരു നെഗറ്റിവിറ്റി നിലനിൽക്കുമ്പോൾ തന്നെ ഇൻഫോസിസിൻ്റെ കൂടെ വിപ്രോ ടെക് മഹീന്ദ്രയും കയറിയത് എന്നെ അത്ഭുതപ്പെടുത്തുന്നു എന്നുള്ള കാര്യം ഞാനൊരു ഓപ്പണിംഗ് സ്റ്റേറ്റ്മെൻറ്റിൽ ഒന്ന് പറഞ്ഞു വെക്കുന്നു എന്ന് മാത്രം. പിന്നെ ഇന്ന് നമ്മളെ സംബന്ധിച്ച് ഇന്നിപ്പോൾ മറ്റുള്ള കാര്യങ്ങൾ നമ്മൾ നോക്കുകയാണെങ്കിൽ, ഇന്ത്യൻ പൊളിറ്റിക്കൽ സിനാരിയോയിൽ അല്ലെങ്കിൽ ഇന്ത്യൻ പാർലമെൻ്ററി എക്കോസിസ്റ്റത്തിൽ ഇന്ന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഡേ തന്നെയാണ്. നമുക്കറിയാം വൈസ് പ്രസിഡൻറ്റിൻ്റെ ഇലക്ഷനാണ് നടക്കുന്നത്. ശ്രീ പി രാധാകൃഷ്ണൻ, ബേസിക്കലി അദ്ദേഹം തമിഴ്നാട്ടിൽ നിന്നാണ്, 67 വയസ്സായി, വേഴ്സസ് ശ്രീ ബി സുദർശൻ റെഡ്ഡി, 79 ഇയേഴ്സായി, തെലുങ്കാനയിൽ നിന്നാണ്. അപ്പോൾ രണ്ടുപേരും സൗത്തിൽ നിന്നുള്ളതാണെന്നുള്ളത് നമ്മൾ പറഞ്ഞു വെക്കുന്നു എന്നുള്ള. ഇപ്പോൾ ഈ വൈസ് പ്രസിഡന്റിന്റെ ഇലക്ട്രൽ കോളേജ് എങ്ങനെയെന്നറിയോ? 788 മെമ്പേഴ്സാണ് ഇതിന് വോട്ട് ചെയ്യാൻ പോകുന്നത്. ഈ 788 മെമ്പേഴ്സിൽ 543 പേരും ലോക്സഭയിൽ നിന്ന്, അത് നമ്മൾ പാർലമെന്റ് ഇലക്ഷന് എലക്ട് ചെയ്ത് പോകുന്നത്.
രാജ്യസഭയിൽ നിന്നുള്ളവർ 245 അതുകൂടാതെ 11 നോമിനേറ്റഡ് മെമ്പേഴ്സും കൂടെ ചേർന്നാണ് ഇതിനകത്ത് വോട്ട് ചെയ്യണമെന്നാണ്. പക്ഷേ ഈ പറയുന്ന പോലെ 788 മെമ്പേഴ്സും ഇന്ന് വോട്ട് ചെയ്യില്ല, ചിലവരവിടെ വരത്തില്ല. അതുമാത്രമല്ല രാജ്യസഭയിലെ 6 സീറ്റുകൾ വേക്കൻ്റ് ആയിട്ട് കിടക്കുന്നുണ്ട്. ഇതിൻ്റെ ഔട്ട്കം എന്താണെന്നുള്ളത് ഇന്ന് വൈകുന്നേരത്തോടു കൂടി അറിയാം. അതോടുകൂടി ഇന്നത്തെ നമ്മുടെ ഇന്ത്യയുടെ വൈസ് പ്രസിഡന്റ് ആരാണ് എന്നുള്ളത് നമുക്ക് രാത്രിത്തോടെ അത് മനസ്സിലാവും. കാരണം എന്താണെന്ന് വെച്ചാൽ അദ്ദേഹമായിരിക്കും ബൈ ഡിഫോൾട്ട് രാജ്യസഭയുടെ ചെയർമാൻ. നമുക്ക് ലോക്സഭയിൽ എന്താണ് സ്പീക്കറിന് സ്ഥാനമുള്ളത്, അതുപോലെ തന്നെ രാജ്യസഭയിൽ നമ്മൾ പറയുന്നത് ചെയർമാൻ ഓഫ് രാജ്യസഭ എന്നാണ്. അത് ബൈ ഡിഫോൾട്ട് ഇന്ത്യയുടെ വൈസ് പ്രസിഡന്റ് ആണ്. അപ്പോൾ ഇന്നത്തോടു കൂടി നമുക്ക് അറിയാം എന്നുള്ള. ഇന്ന് ജാസ്മിൻ പറഞ്ഞ പോലെ ട്രംപിൻ്റെ സൈഡിൽ നിന്നോ US-ൻ്റെ സൈഡിൽ നിന്നോ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ന്യൂസുകളൊന്നും ഇല്ല എന്നുള്ള. ബട്ട് ഫോർ എ ചേഞ്ച് ന്യൂസ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്. അത് US-ൽ നിന്നുമല്ല, ട്രംപിൻ്റെ സൈഡിൽ നിന്നുമല്ല, നമുക്ക് യൂറോപ്യൻ, അതായത് വെസ്റ്റേൺ ഹെമിസ്ഫിയറിൽ നിന്നാണ്. അതായത് ഫ്രാൻസ്, അതായത് സെക്കൻഡ് ലാർജസ്റ്റ് എക്കണോമി ഇൻ ദ യൂറോപ്യൻ യൂണിയൻ. അവിടെ ഫ്രാൻസ് ലൂസസ് ഇറ്റ്സ് ഫോർത്ത് പ്രൈം മിനിസ്റ്റർ ഇൻ ലെസ് ദാൻ 2 years. 2 കൊല്ലത്തിനുള്ളിൽ 4 പേരെ നഷ്ടപ്പെട്ടു. അതുമാത്രമല്ല ഫ്രഞ്ച് പാർലമെൻറ്റ് അവിടുത്തെ ഗവൺമെൻറ്റേ കൂടെ ബ്രോട്ട് ഡൗൺ ചെയ്തു എന്നുള്ളതാണ്. അപ്പോൾ ഇപ്പോൾ പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണിൻ്റെ മുകളിൽ റിസിഗ്നേഷന് വേണ്ടിയിട്ടുള്ളൊരു പ്രഷറാണ് എന്നുള്ളതാണ്. ഈ പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ ശരിക്കും പറഞ്ഞാൽ പ്രഷറൈസ്ഡ് ആവുക എന്ന് പറയുന്നതിന് നമുക്കൊരു ചെറിയൊരു പ്രോബ്ലം വെച്ചാൽ നമ്മളായിട്ട് നല്ലൊരു റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്ന ഒരു പ്രസിഡന്റ് ആണ് എന്നുള്ളതാണ്. ബട്ട് പ്രസിഡന്റ് ഓഫീസ് പറയുന്നത് ന്യൂ PM വിൽ ബി അപ്പോയിൻറ്റഡ് ഇൻ ദ നെക്സ്റ്റ് ഫ്യൂ ഡേയ്സ് എന്നും കൂടി പറഞ്ഞു വരുന്നു എന്നുള്ള. അപ്പോൾ ഫ്രാൻസിനുള്ള പ്രശ്നം എന്താണെന്നറിയോ? ഈ ഫ്രാൻസിന്റെ ഫിസ്ക്കൽ ഡെഫിസിറ്റ് എന്ന് പറയുന്നത് നിയർലി ഡബിൾ ആണ്. എന്തിന്റെ ഡബിൾ? യൂറോപ്യൻ യൂണിയന്റെ ഒരു സീലിംഗ് വെച്ചിട്ടുണ്ട് 3%. അതിന്റെ ഏതാണ്ട് ഡബിൾ ആണ് ഫ്രാൻസിന്റെ ഫിസ്ക്കൽ ഡെഫിസിറ്റ്. ഫിസ്ക്കൽ ഡെഫിസിറ്റ് എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ വരവ് ചെലവ്. അപ്പോൾ ചെലവ് കൂടുതലാണ് വരവിനെക്കാട്ടിലും എന്നാണ്. അത് EU വെച്ചിരിക്കുന്ന സീലിംഗ് 3% ആണ്. അതിൻ്റെ ഡബിൾ ആണ് ഇപ്പോൾ ഫ്രാൻസിൻ്റെ എന്നുള്ളത്. അതായത് ഫ്രാൻസിൻ്റെ ഡെറ്റ് എത്രയെന്നറിയോ? ഫ്രാൻസിൻ്റെ കടം GDP-യുടെ 114%. ഫ്രാൻസിൻ്റെ 114% ഓഫ് GDP ആണ് ഫ്രാൻസിൻ്റെ ഡെപ്റ്റ് എന്നുള്ള ഒരു കമ്പാരിസൺ നമുക്ക് നോക്കാം. ഫ്രാൻസ് 114 പറഞ്ഞല്ലോ GDP-യുടെ. US-ൻ്റെ എത്രയെന്നറിയോ? GDP-യുടെ 120% US-ൻ്റെ കടം. ജപ്പാൻ്റെ എത്രയെന്നറിയോ? 260% ഓഫ് GDP. അപ്പോൾ ഒന്ന് നോക്കൂ, നമ്മളോ 82% ഓഫ് GDP മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മളെക്കാളും എത്രയും ഹയർ ആണ് മറ്റുള്ള ഡെവലപ്ഡ് രാഷ്ട്രങ്ങളുടെ ഈ GDP എന്നുള്ളത്. അല്ല, ഡെപ്റ്റ് ആസ് എ പെർസെൻറ്റേജ് ഓഫ് GDP എന്നുള്ളത് ഞാൻ പറഞ്ഞു വയ്ക്കുന്നു എന്നേ ഉള്ളൂ. ഇന്ത്യയുടെ 82% GDP-യിൽ സെൻട്രൽ ഡെപ്റ്റ് വരുന്നത് 57.58% ആണ് ഓഫ് GDP. അതേസമയം സ്റ്റേറ്റിൻ്റെ ഡെപ്റ്റ് ആസ് എ പെർസെൻറ്റേജ് ഓഫ് GDP ഈസ് 24% എന്നുള്ള. അപ്പോൾ ടോട്ടൽ ഇന്ത്യയുടെ 82% ഓഫ് GDP, US-ൻ്റെ 120% ഓഫ് GDP, ഫ്രാൻസിൻ്റെ 114% ഓഫ് GDP ആണ് ഡെപ്റ്റ് എന്നുള്ള ചെറിയൊരു ഡേറ്റ ഞാൻ തരുന്നു എന്ന് മാത്രം. പിന്നെ US സുപ്രീം കോടതിയിൽ ഇതാണ് ഞാൻ പറഞ്ഞത്. ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ഇന്ത്യൻ മാർക്കറ്റിനെ എഫക്റ്റ് ചെയ്യില്ല. പക്ഷെ നമ്മളിപ്പോൾ ഇന്ത്യയും US-ഉം തമ്മിലുള്ള റിലേഷൻഷിപ്പിന് ചെറിയൊരു സ്ട്രെയിൻ വന്നിട്ടുണ്ട്. ആ സ്ട്രെയിനിൻ്റെ ഡെപ്ത് മനസ്സിലാക്കാൻ അവിടെയുള്ള ചെറിയ കാര്യങ്ങളാണ് നമ്മൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നതെന്നല്ല. ഇപ്പോൾ ഒഹായോയിലെ സെനറ്റർ ഔട്ട്സോഴ്സിങ്ങിനെതിരെ എഗെയിൻസ്റ്റ് ആയിട്ട് ഒരു ബില്ല് കൊണ്ടുവന്നത് എന്താ? ഇന്ത്യക്ക് എഗെയിൻസ്റ്റ് ആയിട്ടുള്ള സെന്റിമെന്റ്സ് അല്ലെങ്കിൽ ഔട്ട്സോഴ്സിങ്ങിന് എഗെയിൻസ്റ്റ് ആയിട്ടുള്ള സെന്റിമെന്റ് വളരെ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നു എന്ന് നമ്മൾ ഒരു സൈഡിൽ കൂടി പറഞ്ഞു വെച്ചു എന്നുള്ള. രണ്ടാമത് US സുപ്രീം കോർട്ട്, ഇതാണ് അതിൻ്റെ വാക്കെന്ന് പറയുന്നത്. US സുപ്രീം കോർട്ട് ഇഷ്യൂഡ് ആൻ അൺസൈൻഡ് ഓർഡർ ഓൺ ഇമിഗ്രേഷൻ. ഈ അൺസൈൻഡ് ഓർഡർ ഓൺ ഇമിഗ്രേഷൻ, ഈ അൺസൈൻഡ് എന്ന് പറയുന്നതിൻ്റെ പ്രത്യേകത എന്നറിയോ? സാധാരണ US കോടതികളിലെ, പ്രത്യേകിച്ച് സുപ്രീം കോടതിയിലൊക്കെ എന്തെങ്കിലും ഒരു ഓർഡറോ വിധിയോ വരികയാണെങ്കിൽ അതിനകത്തൊരു എക്സ്പ്ലനേഷനും കൂടെ കൊടുക്കും. ജഡ്ജ്മെൻറ്റിൽ ഒരു എക്സ്പ്ലനേഷനും കൂടെ കൊടുക്കും. ആ ജഡ്ജ് അതിൽ ഒപ്പിടുകയും കൂടെ ചെയ്യും. അപ്പോൾ ആ ജഡ്ജ് നരേറ്റ് ചെയ്ത ഒരു എക്സ്പ്ലനേഷൻ അതിനകത്ത് ഉണ്ട് എന്നുള്ളതാണ് അതിനകത്തുള്ള സാരം. അതേസമയം അൺസൈൻഡ് ഓർഡർ എന്ന് പറയുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു ഷോർട്ട് ഡ്യൂറേഷന് വേണ്ടി എന്തെങ്കിലും ഒരു കാര്യം ചെയ്തുകൊണ്ടിരിക്കണം, അത് നടക്കട്ടെ എന്നുള്ള രീതിയിൽ ഒരു ഹോൾട്ട് ഇല്ലാതെ നടക്കട്ടെ എന്ന് പറയുന്ന സമയത്താണ് ഈ അൺസൈൻഡ് ആയിട്ടുള്ള ഓർഡർ വരുന്നത്. അൺസൈൻഡ് ആയിട്ടുള്ള ഓർഡർ എന്ന് പറയുമ്പോൾ അതിനകത്ത് ജഡ്ജിൻ്റെ എക്സ്പ്ലനേഷനും കാണില്ല, ജഡ്ജിൻ്റെ സൈനും കാണില്ല എന്നുള്ള. അപ്പോൾ അങ്ങനെ ഒരു അൺസൈൻഡ് ഓർഡറാണ് ഇമിഗ്രേഷന് വേണ്ടിയിട്ട് ഇപ്പോൾ US-ലെ സുപ്രീം കോടതിയിൽ വന്നത്. അതായത് സുപ്രീം കോടതി എന്താണ് ഇൻ പ്രിൻസിപ്പൽ ചെയ്തത്? ശ്രദ്ധിച്ച് കേൾക്കുക, ഇതാണ് അതിൻ്റെ സ്റ്റാൻഡ് എന്ന് പറയുന്നത്. സുപ്രീം കോർട്ട്സ് ബാക്സ് ട്രംപ്സ് സ്റ്റാൻഡ് ഓൺ ഇമിഗ്രേഷൻ. ട്രംപിൻ്റെ ആ ഹാർഡ് ലൈൻ സ്റ്റാൻഡ് ഇമിഗ്രേഷൻ എഗെയിൻസ്റ്റ് ആയിട്ട്. കാര്യം എന്ന് വെച്ചാൽ ഇതിപ്പോൾ ഈ സുപ്രീം കോടതി അൺസൈൻഡ് ആയിട്ടുള്ള ഓർഡർ ഇറക്കിക്കൊണ്ടെന്നറിയോ? അവിടെ ഈ എനിക്ക് തോന്നുന്നു സൗത്ത് കാലിഫോർണിയയിലാണോ സൗത്ത് കാരോലിനയിലാണോ ലോസ് ഏഞ്ചലസിലൊക്കെ അത് ഉണ്ട് എന്നുള്ളതാണ്. അതായത് അവിടെയൊക്കെ റെയ്ഡ് ഭയങ്കരമായിട്ട് നടക്കുന്നുണ്ട്. ഈ റെയ്ഡ് നടക്കുക എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? നമ്മളൊക്കെ അതുവഴി നടന്നു പോകണമെങ്കിൽ നമ്മളെ പിടിച്ചു നിർത്തി സംസാരിപ്പിക്കും. നമ്മുടെ ആക്സെൻറ്റ് നോക്കും.
ഇപ്പം നമുക്കൊരു അമേരിക്കൻ ആക്സെൻ്റ് അല്ല എന്നുണ്ടെങ്കിൽ മനസ്സിലാവുമല്ലോ, നമ്മളൊരു ഫോറിൻ കൺട്രിയിൽ നിന്ന് വന്നതാണ്, നമ്മൾ ചിലപ്പോൾ ഒരു സ്പാനിഷ് ആയിരിക്കാം, അല്ലെങ്കിൽ വേറൊരു ഡയലക്റ്റിലായിരിക്കാം നമ്മൾ ഇംഗ്ലീഷ് സംസാരിക്കുന്നത്. അങ്ങനെയുള്ളവരെടുത്ത് അവർ ചോദിക്കും, പേപ്പേഴ്സ് കാണിക്കാൻ പറയും, ടു പ്രൂവ് യുവർ സ്റ്റേറ്റസ് ഓർ റെസിഡൻഷ്യൽ സ്റ്റേറ്റസ് ഇൻ US. അത് നമ്മൾ ഫെയിൽ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ ഡിപ്പോർട്ട് ചെയ്യും. ആ ഒരു ലെവലിലേക്ക്, അതായത് ആ ഒരു റെയ്ഡ് കണ്ടക്ട് ചെയ്യാൻ ആ ട്രംപ് ഒരു എക്സസൈസ് നടത്തിയിരുന്നു. അത് കണ്ടിന്യൂ ചെയ്യട്ടെ എന്നുള്ള രീതിയിലാണ് സുപ്രീം കോർട്ട് പറഞ്ഞിരിക്കുന്നത് എന്നുള്ള. അപ്പോൾ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഈ ന്യൂസ് നമ്മൾ കൊടുക്കുന്നത് വെച്ചാൽ NRIസും കൂടെ നമ്മുടെ പ്രോഗ്രാംസ് കാണുന്നുണ്ട്, US നിന്നുള്ളവരും എൻ്റെ ഫ്രണ്ട്സും ഒരുപാട് പേര് ഇത് കാണുന്നുള്ളതുകൊണ്ട് നമ്മളിത് പറഞ്ഞു എന്നുള്ളത്. അപ്പോൾ ഇങ്ങനെ ഒരു കാര്യമുണ്ട്. അപ്പോൾ പല രീതിയിലും അവിടുത്തെ ഒരു ഇമോഷൻസ് ഇന്ത്യൻസിന് എഗെയിൻസ്റ്റ് ആണ്. നമ്മളിത് കുറച്ചുകൂടെ ഒന്ന് വായിക്കേണ്ട വെച്ചാൽ 2-3 വീഡിയോസ് എനിക്ക് പ്രൈവറ്റായിട്ട് എനിക്ക് കിട്ടിയെന്ന് വെച്ചാൽ നമ്മുടെ അവിടുത്തെ സെലിബ്രേഷൻസ്, അല്ലെങ്കിൽ ഇപ്പോൾ ഓണം സെലിബ്രേഷൻസ് ഒക്കെ നമ്മുടെ അവിടുത്തെ ഡയസ്പോറ റോഡിലിറങ്ങി വീടുകളുടെ മുന്നിലും ചെയ്യുന്നത് പല ഫോറിനേഴ്സും അമേരിക്കൻ സിറ്റിസൻസും അത് ഷൂട്ട് ചെയ്ത് കണ്ടിട്ട് അതിൻ്റെ പുറകിലുള്ള കമൻസ് വളരെ മോശമാണ് എന്നുള്ള. അപ്പോൾ ഒരു എന്താ പറയുക, നമുക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് കുറച്ച് കാര്യങ്ങൾ അവിടെ മൂവ് ചെയ്യുന്നു. അത് പണ്ടും ഉണ്ടായിരുന്നു, ഇന്നും ഉണ്ടായിരുന്നു. പക്ഷേ ഈ ട്രംപിൻ്റെ ഈ ടാരിഫിൻ്റെ ആ ഒരു ഇഷ്യൂവിൽ വരും പീറ്റർ നവാറോനെ പോലെയുള്ള ആൾക്കാർ അത് കത്തിച്ചു കൊടുക്കുകയും കൂടെ ചെയ്തപ്പോൾ കുറച്ചുകൂടെ പബ്ലിക്കായി ഔട്ട്റേജ് എന്ന് മാത്രമേ ഉള്ളൂ. അല്ലാതെ തന്നെ അതൊക്കെ എല്ലായിടത്തും ഉള്ളത് തന്നെയാണ് എന്നുള്ളതാണ്. അപ്പോൾ ഇതാണ് ഈ അൺസൈൻഡ് ഓർഡറിൻ്റെ പ്രത്യേകത. പിന്നെ ഈ ബ്രിക്സിൻ്റെ ഒരു വിർച്വൽ മീറ്റിംഗ് നടന്നു. ബ്രിക്സിൻ്റെ വിർച്വൽ മീറ്റിംഗ് നടന്നപ്പോൾ അതിനകത്ത് ഈ പറഞ്ഞ പോലെ ബ്രസീലിയൻ പ്രൈം മിനിസ്റ്റർ ഉണ്ടായിരുന്നു, നമ്മുടെ ചൈനയുടെ ഷീ ജിൻപിങ് ഉണ്ടായിരുന്നു, ബ്രസീലിയൻ പ്രൈം മിനിസ്റ്റർ നമ്മൾ പറഞ്ഞു വ്ളാഡിമിർ പുടിൻ ഉണ്ടായിരുന്നു, സൗത്ത് ആഫ്രിക്കൻ പ്രസിഡന്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇവരെല്ലാവരും കൂടെ ചേർന്നെങ്കിലും നമ്മുടെ ഭാഗത്ത് നിന്ന് നമ്മുടെ പ്രൈം മിനിസ്റ്റർ അത് റെപ്രസെൻറ്റ് ചെയ്തില്ല എന്നുള്ളതാണ്. പകരം നമ്മുടെ മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സ് അല്ലെങ്കിൽ ഫോറിൻ അഫയേഴ്സ് മിനിസ്റ്റർ S. ജയശങ്കർ ആണ് നമ്മളത് റെപ്രസെൻറ്റ് ചെയ്തതെന്നുള്ളത്. അത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ അതിനെ ഒരു കുറവായിട്ട് കാണണ്ട. അത് ശരിക്കും എനിക്ക് തോന്നുന്നു ഒരു ഡിപ്ലോമാറ്റിക് സ്റ്റാൻഡാണ് ഇന്ത്യ എടുത്തത്. ഓൺ അഡ്വൈസ് ഓഫ് ഓൾ ദ ഡിപ്ലോമാറ്റ്സ് ആയിരിക്കണം. കാര്യം വെച്ചാൽ ഇപ്പോൾ 2 ദിവസമായിട്ട് ട്രംപിൻ്റെ വാക്കുകളിൽ ഒരു മെല്ലോ ഡൗൺ ഉണ്ടല്ലോ. അപ്പോൾ അതിന് നമ്മൾ തിരിച്ച് റെസ്പോണ്ടും ചെയ്തപ്പോൾ സിറ്റുവേഷൻ ഒന്ന് കോംപ്ലിക്കേറ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് മേ ബി ഇൻറ്റൻഷനിലായിരിക്കാം നമ്മളൊന്ന് മാറി നിന്നത് എന്നുള്ളത്. ബട്ട് ഇതിനകത്ത് ബ്രസീലിയൻ PM ലൂല അതിനകത്ത് പ്രത്യേകം പറഞ്ഞേക്കുന്നത് ബ്രിക് കൺട്രി തമ്മിലുള്ള ട്രേഡുകളും ഫിനാൻഷ്യൽ ഇൻ്റഗ്രേഷനും കൂടുതൽ നമ്മളൊന്ന് ആലോചിക്കേണ്ടിയിരിക്കുന്നു എന്നുള്ളൊരു സ്റ്റേറ്റ്മെൻറ്റും കൂടെ പറഞ്ഞു. അപ്പോൾ ബ്രിക്കിന് എഗെയിൻസ്റ്റ് ആയിട്ടാണല്ലോ ഈ പറയുന്ന പോലെ കാര്യങ്ങളൊക്കെ നടക്കുന്നത്. ഈവൻ പീറ്റർ നവാറോ ഇന്നലെ ശരിക്കും പറഞ്ഞാൽ ബ്രിക്കിനെ കുറിച്ച് വളരെ മോശമായിട്ടുള്ളൊരു വാക്ക് ഉപയോഗിച്ചു എന്നുള്ളതാണ്. വാമ്പയസ് എന്നാണ് അദ്ദേഹം വിളിച്ചത്, വാമ്പയസ്. അത് മാത്രമല്ല അദ്ദേഹം ഇന്നലെ ഒരു ട്വിറ്ററിൽ Xൽ ഒരു പോൾ ഇട്ടു, ഒരു എന്താ പറയുക, ഒരു വോട്ട് ചെയ്യാനായിട്ടൊരു സംഭവം ഇട്ടു. 74% വോട്ടും അദ്ദേഹം ഇട്ടതിന് എതിരെയാണ് പീറ്റർ നവാറോന് വന്നത്. എന്നിട്ട് പീറ്റർ നവാറോന് ദേഷ്യം വന്നിട്ട് അതിനൊരു ഫോളോ അപ്പ് ട്വീറ്റായിട്ട് അദ്ദേഹം ഇട്ടാന്ന് വെച്ചാൽ, കണ്ടില്ലേ ഇന്ത്യൻസിനെ കുറിച്ച് കുറ്റം പറയുമ്പോൾ ഇന്ത്യൻസ് ഇങ്ങനെ ഫ്ലോക്കായിട്ട് ഒരു എന്താ പറയുക ഒരു ഗ്രൂപ്പായിട്ട് വന്നിട്ട് നമ്മുടെ സോഷ്യൽ മീഡിയ ഹാൻഡിൽ ഉപയോഗിച്ച് നമ്മളെ തന്നെ അറ്റാക്ക് ചെയ്യണം, കണ്ടില്ലേ എന്നൊക്കെ ചോദിച്ചു. അവസാനം ഇത് പറ്റിയ എന്താ ലോകം കംപ്ലീറ്റ് ശരിക്കും പറഞ്ഞാൽ പീറ്റർ നവാറോ വാസ് ടേക്കൺ അബാക്ക് എന്നുള്ളത്, അതായത് നാണക്കേടായിപ്പോയി എന്നുള്ള കാര്യം. അതിനകത്ത് ആൾക്കാർ വളരെ ക്ലിയർ ആയിട്ട് പറയണം, എന്തിനാണ് ഇന്ത്യയോട് നിങ്ങൾക്ക് ഇത്ര വിവേചനം. EU തന്നെ ഏതാണ്ട് $25 മില്യൺ എനർജി റിക്വയർമെൻറ്റ്സ് റഷ്യയിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്യുന്നുണ്ട്. ആൻഡ് ഏതാണ്ട് 2024 പറയുന്നത് ഏതാണ്ട് $25 മില്യൺ എനർജി റിക്വയർമെൻറ്റ്സ് യൂറോപ്യൻ യൂണിയൻ ഇമ്പോർട്ട് ചെയ്യുന്നുണ്ടെന്നും അതുകൂടാതെ നമ്മുടെ അമേരിക്ക തന്നെ റഷ്യയിൽ നിന്ന് യുറേനിയവും ഫെർട്ടിലൈസേഴ്സും കെമിക്കൽസും ഒക്കെ ചെയ്യുന്നു. എന്നിട്ട് നിങ്ങൾക്ക് രണ്ടുപേർക്കും ഇല്ലാത്ത സാങ്ഷൻ എങ്ങനെ ഇന്ത്യക്ക് മാത്രം വന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ പബ്ലിക്കായിട്ട് ജനങ്ങൾ റിസർച്ച് ചെയ്ത് കോട്ട് ചെയ്തിട്ട് പീറ്റർ നവാറോൻ്റെ ആ പോളിനെ ശരിക്കും പറഞ്ഞാൽ അത് കുറച്ചുകൂടെ പബ്ലിസൈസ് ചെയ്ത് ഗ്ലോബൽ കമ്മ്യൂണിറ്റിയിലേക്ക് എത്തിക്കാൻ സാധിച്ചു എന്നല്ലാതെ അതിനകത്ത് വേറെ ഒന്നും നടന്നില്ല എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത എന്നുള്ള. ഇപ്പോൾ US മാർക്കറ്റിലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ ഇക്വിറ്റി മാർക്കറ്റ് ഒന്ന് ചെറുതായിട്ടൊന്ന് റാലി ചെയ്തു, ഗോൾഡ് പുതിയ ഹൈയിലേക്ക് വന്നു എന്നുള്ളതാണ്. മേ ബി എനിക്ക് തോന്നുന്നു US മാർക്കറ്റ് റാലി ചെയ്യാൻ കാര്യം ഇപ്പോൾ ഈ പറയുന്ന സോഫ്റ്റ്വെയർ ജോബ് ഡേറ്റയും മറ്റുള്ള മാക്രോ എക്കണോമിക് ഡേറ്റയൊക്കെ വന്നപ്പോൾ ഒരു റേറ്റ് കട്ട്, അതായത് സെപ്റ്റംബർ 17 വരുന്ന FOMC അതായത് ഫെഡറൽ മീറ്റിംഗിൽ ഏതാണ്ട് 25 ബേസിസ് പോയിന്റ്സ് കട്ട് ചെയ്യും എന്നുള്ള ഒരു സാധ്യത ഇൻക്രീസ് ചെയ്തു. പലരും പറയുന്നത് ചിലപ്പോൾ 50 വരെ പോയേക്കാം എന്നുള്ള സ്ട്രേ ചാൻസസ് ആണ്. 25 ചിലപ്പോൾ നടന്നേക്കാം എന്നുള്ളതാണ്. നാസ്ഡാക്ക് റെക്കോർഡ് ഹൈയിലേക്കാണ് പോയിരിക്കുന്നത് എന്നുള്ള. ഡൗ ജോൺസ് പ്ലസ് 0.25% അപ്പായിരുന്നു, നാസ്ഡാക്ക് 0.45% അപ്പായിരുന്നു, S&P 500 0.21% അപ്പായിരുന്നു. ഇപ്പോൾ നമ്മൾ ബോണ്ട് ഈൽഡ് നോക്കുകയാണെങ്കിൽ 30-year ബോണ്ട് ഈൽഡ് ഏതാണ്ട് 8 ബേസിസ് പോയിന്റ്സ് ഡൗൺ ആയിട്ട് ഏതാണ്ട് എനിക്കൊരു 4.7% ആയി എന്നുള്ളതാണ്. 10-year ബോണ്ട് ഈൽഡ് ഓൾസോ ഫെൽ ആൻഡ് എനിക്കൊന്ന് 4.04, നമ്മൾ കുറച്ച് നാൾ മുമ്പ് 4.3 ആയിരുന്നു, ഇപ്പോൾ 4.04, അതായത് 4% അടുത്തേക്ക് വന്നിരിക്കുന്നു എന്നുള്ളതാണ് അതിനകത്ത്
ഇതിനകത്ത് മനസ്സിലാക്കേണ്ടത്. ഡോളർ ഇൻഡെക്സ് ഏതാണ്ട് 0.48% ഡൗൺ ആയി 97.4 നിൽക്കുന്നു എന്നുള്ള. ഗോൾഡ് നമുക്കറിയാലോ ഓൾ ടൈം ഹൈ ആണ്, $3,600 പെർ ട്രോയ് ഔൺസിലേക്ക് കയറി എന്നുള്ളതാണ്. അതായത് എനിക്കൊരു ലാസ്റ്റ് 2 ആഴ്ച തന്നെ നിയർലി 10% അടുപ്പിച്ചുള്ള റാലി ഗോൾഡിൽ സംഭവിച്ചു എന്നുള്ളതാണ്. പിന്നെ ഓയിൽ ഏതാണ്ട് 0.9% ടു ഒരു USD $66 പെർ ബാരലിൻ്റെ അവിടെയാണ് നിൽക്കുന്നത് എന്നുള്ളത്. ഇപ്പോൾ USD നമ്മളിപ്പോൾ നോക്കുകയാണെങ്കിൽ ഓയിലിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ ഓയിൽ ഇപ്പം നമ്മൾ പറഞ്ഞല്ലോ സൺഡേയിൽ OPEC പ്ലസ് കൺട്രീസ് എന്ന് പറയുമ്പോൾ ടോട്ടൽ ഗ്ലോബൽ ഓയിൽ പ്രൊഡക്ഷൻ്റെ 40% ഈ OPEC പ്ലസ് ആണല്ലോ. അവർ ഏതാണ്ട് പുതിയ ഇൻവെൻട്രി അവർ സിസ്റ്റത്തിലേക്ക് ഇറക്കുകയാണ്. അതായത് മോർ ഓയിൽ പമ്പ് ചെയ്യാണ്. കാരണം വെച്ചാൽ ഒരുപാട് കോമ്പറ്റീഷൻ ഇവർക്ക് ശരിക്കും പറഞ്ഞാൽ അമേരിക്കയിൽ നിന്ന് OPEC പ്ലസിന് അമേരിക്കയിൽ നിന്നും ബ്രസീലിൽ നിന്നും മറ്റുള്ള രാജ്യങ്ങളിൽ നിന്ന് ഓയിൽ പ്രൊഡ്യൂസിങ് നേഷൻസിൽ നിന്നൊക്കെ വരുന്നുണ്ട്. അത് മാത്രമല്ല വേൾഡ് കൂടുതലും ക്ലീൻ ആൻഡ് ഗ്രീൻ എനർജിയിലേക്ക് പോകുന്നു. അപ്പോൾ ഇവർ കൂടുതൽ സപ്ലൈ അവർ സിസ്റ്റത്തിലേക്ക് കൊണ്ടുവരണം. അപ്പോൾ സിസ്റ്റത്തിലേക്ക് സപ്ലൈ കൂടുതൽ വരുമ്പോൾ തന്നെ ഈ ഓയിലിൻ്റെ പ്രൈസസ് കുറയാനുള്ള ചാൻസസ് ഉണ്ട്. ഇനി പല എക്സ്പേർട്സും പറയുന്നത് ഇയർ എൻഡ് അടുപ്പിച്ച് വരുമ്പോഴത്തേക്ക് ഏതാണ്ട് $65 പെർ ബാരലായിട്ട് കുറയും, ഇവൻച്വലി $60 വരെ എത്തും എന്നുള്ളൊരു സ്റ്റേറ്റ്മെൻറ്റ് കൂടെയുണ്ട്. ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയാൻ കാര്യം വെച്ചാൽ അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇന്ത്യക്ക് വളരെ ബെനിഫിറ്റാണ്. കാര്യം ഇന്ത്യയുടെ എല്ലാ റോ മെറ്റീരിയൽസും കുറയുന്നു എന്നുള്ള കാര്യം, ഇൻട്രസ്റ്റ് റേറ്റും കുറയുന്നു, അതിൻ്റെ കൂടെ റോ മെറ്റീരിയൽ പ്രൈസസ് കുറയുന്നു. കാര്യം എന്താ, റഷ്യയിൽ നിന്നും ചൈനയിൽ നിന്നും നമ്മൾ കൂടുതൽ റോ മെറ്റീരിയൽസ് ഇമ്പോർട്ട് ചെയ്യുന്നു. അതുകൂടാതെ ഓയിലും കൂടെ ഒന്ന് റെഡ്യൂസ് ചെയ്ത് ആ സമയത്ത് ഈ പറഞ്ഞ പോലെ ഇൻകം ടാക്സ് ബെനിഫിറ്റും അതുകൂടാതെ കൂടുതൽ ഫ്രീ ലിക്വിഡിറ്റി ബാങ്ക്സിലുണ്ടെങ്കിൽ കൂടുതൽ ലോണും ആൾക്കാരിൽ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്ത്യൻ എക്കണോമി ഒരു ഗോൾഡി ലോക്ക് സിനാരിയോയിലാണെന്നുള്ളതാണ്. ആകെപ്പാടെ നമുക്ക് ഒരു ഹെഡ്വിൻഡ് ആയിട്ട് നമുക്ക് നിൽക്കുന്നത് ഈ പറഞ്ഞ പോലെ ടാരിഫും ഈ ഔട്ട്സോഴ്സിങ്ങിൻ്റെ ഇഷ്യൂ മാത്രമാണെന്നുള്ളതാണ്. പിന്നെ വേറൊരു ന്യൂസ് വരുന്നത് യൂറോപ്യൻ യൂണിയൻ ഈസ് എക്സ്പ്ലോറിംഗ് മോർ സാങ്ഷൻസ് ഓൺ റഷ്യൻ ബാങ്ക്സ്, റഷ്യൻ എനർജി കമ്പനീസ്, റഷ്യൻ ക്രിപ്റ്റോ എക്സ്ചേഞ്ച്, റഷ്യൻ്റെ പേയ്മെൻറ്റ് സിസ്റ്റം, ക്രെഡിറ്റ് കാർഡ് സിസ്റ്റത്തിലൊക്കെ പുതിയ സാങ്ഷൻസ് കൊണ്ടുവരാൻ അവർ ശ്രമിക്കുന്നു എന്നുള്ളതാണ്. ഇപ്പുറത്തെ സൈഡിലാണ് ഈ പ്രസിഡന്റ് സിലെസ്കി പറയുന്നത് വെച്ചാൽ ഇറ്റ് ഈസ് റൈറ്റ് ഐഡിയ ടു ഇമ്പോസ് ടാരിഫ് ഓൺ കൺട്രീസ് ദോസ് ഹു ആർ മേക്കിംഗ് ഡീൽസ് വിത്ത് റഷ്യയായിട്ട് ഡീൽ മേക്ക് ചെയ്യുന്ന എല്ലാ രാജ്യങ്ങൾക്കും നമ്മളൊരു ടാരിഫ് US വച്ചത് ഒരു റൈറ്റ് ഐഡിയ ആണെന്നുള്ളത് സെലൻസ്കി പറഞ്ഞു വെച്ചിരിക്കുന്നു എന്നുള്ളതാണ്. പിന്നെ ഒരു ന്യൂയോർക്കിൽ ഫെഡ് ഉണ്ടല്ലോ, കുറേ ഫെഡ് ചേരുന്നതാണല്ലോ ഈ മെയിൻ ഫെഡ് എന്ന് പറയുന്നത്. അപ്പോൾ ന്യൂയോർക്കിൻ്റെ ഫെഡിൻ്റെ ഒരു സർവേയുടെ ഒരു റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നു. അതിൽ അടുത്ത ഒരു കൊല്ലത്തെ ഇൻഫ്ലേഷൻ എക്സ്പെക്റ്റേഷൻ വളരെ ഹൈ ആണ്. അതുമാത്രമല്ല ജോബ് ഫൈൻഡിങ് കോൺഫിഡൻസ്, അതായത് ഒരു ജോലി കണ്ടുപിടിക്കാനുള്ള കോൺഫിഡൻസ് വളരെ ലോവറും ആണെന്നുള്ളത്. അതായത് അമേരിക്കൻ എക്കണോമിയെക്കുറിച്ച് ഈ ന്യൂയോർക്ക് ഫെഡിൻ്റെ പോൾസ് അല്ലെങ്കിൽ സർവേ അതൊരു നല്ല ഒരു ഇൻഡിക്കേഷൻ അല്ല കാണിക്കുന്നതെന്നല്ല. പിന്നെ നമ്മൾ കുറച്ചുകൂടി നമ്മളൊരു ഏഷ്യയിൽ വരികയാണെങ്കിൽ ചൈനയിൽ നോക്കുകയാണെങ്കിൽ ചൈനയുടെ എക്സ്പോർട്ട് ഗ്രോത്ത് 6 months ലോ ആയിരിക്കുന്നു. എസ്പെഷ്യലി ഫോളിങ് US എക്സ്പോർട്സ് ആണ് അതിന് കാരണം എന്നുള്ളതാണ്. പിന്നെ നമ്മൾ US തന്നെ നോക്കുകയാണെങ്കിൽ ഈ ടെസ്ല ശരിക്കും പറഞ്ഞാൽ US ഇലക്ട്രിക് വെഹിക്കിൾ മാർക്കറ്റിൻ്റെ 80% ആയിരുന്നു അവരുടെ മാർക്കറ്റ് ഷെയർ എന്നുള്ളത്. ഇപ്പോൾ ഏതാണ്ട് 8 കൊല്ലത്തെ ഏറ്റവും ലോവസ്റ്റ് ലെവലിലേക്ക് ടെസ്ല വന്നിരിക്കുന്നു എന്നുള്ളത് 38% ആയി. അത് മാത്രമല്ല ചൈനയിൽ തന്നെ മറ്റുള്ള ജർമ്മൻ ഇലക്ട്രിക് വെഹിക്കിൾ മേക്കേഴ്സ് ഉണ്ടല്ലോ, അതായത് നമ്മുടെ സ്ഥിരമായിട്ടുള്ള ഈ മെർക്ക്, BMW, ഓഡി, അവരെയൊക്കെ വെട്ടിച്ച് ചൈനീസ് ഓൺ കമ്പനിയായ BYDയും മറ്റുള്ള കമ്പനിയും അടിച്ച് കയറി പൊയ്ക്കൊണ്ടിരിക്കണം. അപ്പോൾ ഈ വഴിയിൽ അതായത് EV അതായത് ഇലക്ട്രിക് വെഹിക്കിൾ കാറ്റഗറിയിൽ നമ്മൾ US നോക്കുകയാണെങ്കിലും ടെസ്ല ഒന്ന് കുറഞ്ഞു വരുന്നു. നമ്മൾ ചൈനയിൽ നോക്കുകയാണെങ്കിൽ മറ്റുള്ള ജർമ്മൻ കാർസിൻ്റെ മാർക്കറ്റ് ഷെയറും കുറഞ്ഞു വരുന്നു എന്നുള്ളതാണ്. പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് ഇന്ന് പറയാനുള്ളത് ആപ്പിളിൻ്റെ ഈവൻ്റാണ്. കാര്യം US പല ആപ്പിൾ ഫോൺസും ഇന്ത്യയിലാണ് ഉണ്ടാക്കുന്നത് എന്നുള്ളതുകൊണ്ട് ഈ ഈവൻറ്റ് കുറച്ചുകൂടി നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. ഇന്ന് രാത്രിയോടുകൂടി ആപ്പിൾ അവരുടെ പുതിയ മോഡലായ iPhone 17 അവർ പുറത്തിറക്കുന്നു. അതുപോരാതെ മനസ്സിലാക്കുന്നത് എയർപോർട്സ് Pro 3 അവർ പുറത്തിറക്കുന്നു. ന്യൂ ആപ്പിൾ വാച്ചിൻ്റെ പുതിയ മോഡൽസും ഇറക്കുന്നു. പക്ഷേ ഇതിൻ്റെ ഹൈലൈറ്റ് ആയിട്ട് ഞാൻ പേഴ്സണലി ഉറ്റുനോക്കുന്നത് ഇവർക്ക് iPhone Air എന്ന് പറഞ്ഞൊരു പുതിയ മോഡൽ ഇറക്കുന്നു എന്നാണ് പറയപ്പെടുന്നത്. നമുക്കറിയില്ല. ഈ iPhone Air എന്ന് പറയുമ്പോൾ നമ്മൾ ഈ സാധാരണ ഈ മാക്ബുക്ക് എയർ എന്ന് പറയില്ലേ, അതേപോലെയാണ് അവർ ആ എയർ എന്ന് പറയുന്ന വാക്ക് ഐഫോൺ യൂസ് ചെയ്യുന്നത്. അതായത് മച്ച് മോർ സ്ലിമ്മർ ഫോൺ എന്നുള്ളതാണ്. ഈ ഈവൻറ്റിന് ഭയങ്കര രസം. ഒരു ഇൻവിറ്റേഷനാണ് പത്രക്കാർക്കും ഇൻവൈറ്റീസിനും അയക്കുന്നതെന്നുള്ള. അതായത് നിങ്ങൾ ഇവിടെ വരണം, ഒരു വലിയൊരു കാര്യം നടക്കാനുണ്ടെന്നൊക്കെ പറഞ്ഞ് ഭയങ്കര രസമായിട്ടുള്ള ഇൻവിറ്റേഷനൊക്കെയാണ്. ഞാനിപ്പോൾ എൻ്റെ കുറച്ച് ഫ്രണ്ട്സൊക്കെ ആപ്പിൾ വർക്ക് ചെയ്യുന്നുണ്ട്, വളരെ സീനിയർ ആണെങ്കിൽ പോലും അവർക്ക് പോലും ഇതിന് ഇൻവിറ്റേഷൻ ഇല്ല എന്നുള്ളത്. അതായത് ക്രീം ലെയറിലുള്ള ആൾക്കാർ മാത്രമാണ് ഇതിനകത്ത് അറ്റൻഡ് ചെയ്യണേ എന്നുള്ളതാണ്. പിന്നെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം കൂടെ പറഞ്ഞ് നമുക്കിത് ക്ലോസ് ചെയ്യാം. ഇന്ത്യയുടെ എമർജിംഗ് മാർക്കറ്റ് MSCI എമർജിംഗ് മാർക്കറ്റ്, ഈ MSCI എന്ന് പറഞ്ഞാൽ ഈ MSCI ഇൻഡെക്സ് ആണ് ശരിക്കും പറഞ്ഞാൽ സാധാരണ ഗ്ലോബൽ ഇൻവെസ്റ്റേഴ്സ് നോക്കുന്നത്. ഇപ്പോൾ ഗ്ലോബൽ ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ച് ഇവിടെ വന്ന് റിസർച്ച് ഹൗസ് ഒന്നും ഉണ്ടാക്കി ഇവിടുത്തെ കമ്പനികളെയൊന്നും ശരിക്കും പറഞ്ഞാൽ അവർക്ക് റിസർച്ച് ചെയ്യാനുള്ള സമയമോ ഓഫീസോ വയ്ക്കാത്തതുകൊണ്ട് അവരെന്ത് ചെയ്യുന്നു, ഈ MSCI ഇൻഡെക്സിനകത്ത്
പല രാജ്യങ്ങളുടെയും അതായത് എമർജിംഗ് മാർക്കറ്റ്സിൻ്റെയും ലാർജ് ക്യാപ് കമ്പനികളും മിഡ് ക്യാപ് കമ്പനികളും ലിസ്റ്റഡ് ആണ്. ഈ MSCI ഇൻഡെക്സ് ശരിക്കും പറഞ്ഞാൽ മോർഗൻ സ്റ്റാൻലിയാണ് കൊണ്ടുവന്നത്. മോർഗൻ സ്റ്റാൻലി ക്യാപിറ്റൽ ഇന്റർനാഷണൽ, അതാണ് ഈ MSCI എന്ന് പറയുന്നത്. ആ ഇൻഡെക്സിൽ പല എമർജിംഗ് മാർക്കറ്റ്സിൻ്റെ സ്റ്റോക്കുകളും ലിസ്റ്റ് ചെയ്തിട്ടുണ്ടെന്നാണ്. അതിനകത്ത് ഇപ്പോൾ അതിനകത്തുള്ള കൺട്രികൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഉണ്ടല്ലോ, ചൈന, ഇന്ത്യ, തായ്വാൻ, സൗത്ത് കൊറിയ, ബ്രസീൽ, സൗത്ത് ആഫ്രിക്ക, സൗദി, ഇത്രയും രാജ്യങ്ങളാണ് ഈ MSCI എമർജിംഗ് മാർക്കറ്റ്സിൻ്റെ 85% വെയിറ്റേജ് എന്നുള്ളത്. ആ വെയിറ്റേജിനകത്ത് ഇന്ത്യയുടെ വെയിറ്റേജ് ഏതാണ്ട് എനിക്ക് തോന്നുന്നു 16.21%, അതായത് 2 ഇയറിലെ ഏറ്റവും ലോ ആയി. അതായത് വെയിറ്റേജ് ഭയങ്കരമായിട്ട് കുറഞ്ഞു. കാര്യം ഇന്ത്യൻ മാർക്കറ്റ് താഴേക്ക് പോവുകയും കൂടെ ചെയ്തല്ലോ, ചൈന നന്നായിട്ട് കയറുകയും കൂടെ ചെയ്തു. അതാണ് കാരണം എന്നുള്ളതാണ്. ജൂലൈ 2024 കഴിഞ്ഞ കൊല്ലം ഏതാണ്ട് ഇപ്പോൾ എനിക്ക് തോന്നുന്നു 20% ഉണ്ടായിരുന്നു എന്നുള്ളത്. ഇപ്പോൾ 16 എന്ന് പറഞ്ഞാൽ 2 കൊല്ലത്തെ ഏറ്റവും വലിയ ലോ ആണെന്നുള്ളതാണ്. അതായത് ശരിക്കും പറഞ്ഞാൽ ഇന്ത്യയുടെ വെയിറ്റേജ് 3ാമത്തെ പൊസിഷനിലായി. നേരത്തെ ചൈന കഴിഞ്ഞു നിന്നതാണ്, ഇപ്പോൾ തായ്വാൻ സെക്കൻഡായി, ഇന്ത്യ 3ാമതായി എന്നുള്ളതാണ്. അപ്പോൾ എമർജിംഗ് മാർക്കറ്റ് ഇൻഡെക്സ് MSCIയുടെ ലാസ്റ്റ് ഒരു കൊല്ലം 16% കയറിയപ്പോൾ ഇന്ത്യൻ മാർക്കറ്റ് ശരിക്കും പറഞ്ഞാൽ 2% ഡൗൺ ആയിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇതിനകത്ത് ശരിക്കും പറഞ്ഞാൽ ഇന്ത്യൻ മാർക്കറ്റ് ഡിസ്പൈറ്റ് ദാറ്റ് ഇന്ത്യൻ മാർക്കറ്റിലെ MSCI എമർജിംഗ് മാർക്കറ്റ് ഇൻഡെക്സിൽ ഇന്ത്യയുടെ വെയിറ്റേജ് വളരെ കുറവായി എന്ന് പറയുമ്പോൾ തന്നെയും അതിൽ PE പ്രൈസ് ഏർണിംഗ് മൾട്ടിപ്പിൾസ്, അതായത് ഫോർവേഡ് അടുത്ത കൊല്ലത്തെ പ്രൈസ് ഏർണിംഗ് മൾട്ടിപ്പിൾസ് വാല്യുവേഷനിൽ ഇന്ത്യ കണ്ടിന്യൂസ് ടു ബി ദ മോസ്റ്റ് എക്സ്പെൻസീവ് മാർക്കറ്റ്. ഞാനത് ചെക്ക് ചെയ്തപ്പോൾ എത്രയെന്നറിയോ, ഇന്ത്യയുടെ PE നെക്സ്റ്റ് 12 മന്ത് ഫോർവേഡ് PE എത്രയെന്നറിയോ, 20 PEയിലാണ് ഇന്ത്യ ട്രേഡ് ചെയ്യണത്. ഇന്ത്യയുടെ വെയിറ്റേജ് ഭയങ്കരമായിട്ട് കുറഞ്ഞു എന്നാലേക്കണം. ബ്രസീലിൻ്റെ 8.6 PE, ചൈനയുടെ 13.8 PE, ചൈനയിൽ ഒരു ഉഗ്രൻ റാലി നടന്നു എന്നിട്ട് പോലും 13.8 PEയിലാണ് ട്രേഡ് ചെയ്യുന്നത്. തായ്വാൻ 16.6 PE, സൗത്ത് കൊറിയ 10.4 PE. MSCI എമർജിംഗ് മാർക്കറ്റ് ആസ് എ ബാസ്ക്കറ്റ് ശരിക്കും പറഞ്ഞാൽ 13.3 PE ഉള്ളൂ. അതിനകത്ത് ഇന്ത്യ കണ്ടിന്യൂസ് ടു ബി മച്ച് മോർ എക്സ്പെൻസീവ് ദാൻ അതർ എമർജിംഗ് മാർക്കറ്റ്സ് എന്നുള്ളതാണ് പറഞ്ഞു വയ്ക്കുന്നത് എന്നുള്ളതാണ്. ഇതാണ് ശരിക്കും പറഞ്ഞാൽ FPIസും FIIസും കൂടുതലും യൂസ് ചെയ്യുന്ന ഒരു ഇൻഡെക്സ്. ഇപ്പോൾ എന്തുകൊണ്ട് ഇന്ത്യയിലേക്ക് ശരിക്കും പറഞ്ഞാൽ FIIs ഇൻവെസ്റ്റ് ചെയ്യുന്നില്ല എന്ന് വെച്ചാൽ നമ്മുടെ വെയിറ്റേജ് ഈ MSCI എമർജിംഗ് മാർക്കറ്റ്സിൽ കുറഞ്ഞു കിടക്കുന്നുണ്ടാണ്. ഇത് ശരിക്കും പറഞ്ഞാൽ വേണമെങ്കിൽ നമുക്ക് ഇത് അട്രാക്റ്റീവ് ആണെന്ന് കൂടി വ്യാഖ്യാനിച്ചുകൂടെ? നമുക്ക് അട്രാക്റ്റീവ് ആണ്. കാര്യം ബുദ്ധിപരമായിട്ടുള്ള ഹോട്ട് മണിക്ക് ഇത് അട്രാക്റ്റീവ് ആണെന്നുള്ളതിന് കാര്യം യാതൊരു സംശയമില്ല എന്നുള്ള കാര്യം. ഈ സാധാരണ നമ്മളെല്ലാവരും വിചാരിക്കുന്നത് MSCIയിൽ ശരി ഓഫ് കോഴ്സ് FIIസിൻ്റെ ബൈങ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കാര്യം. പക്ഷേ FIIs എപ്പോഴാണ് മേടിക്കണം എന്നുള്ളത് ഇപ്പം ഞാൻ പറഞ്ഞില്ല, അശ്വത് ദാമോദരൻ എന്ന് പറഞ്ഞില്ല, അദ്ദേഹം പറയുന്ന കാര്യം വെച്ചാൽ അദ്ദേഹം എന്നല്ല, നമ്മളെല്ലാവരും മാർക്കറ്റ് പ്ലേസ് പറയുന്നത് വെച്ചാൽ ഇന്ത്യൻ മാർക്കറ്റ് കയറുമ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ FIIs വരുന്നത്. അപ്പോഴാണ്, അതായത് അവർ ഏത് മാർക്കറ്റാണോ കയറുന്നത് അവിടത്തേക്കാണ് ഈ മൊമെന്റം ബൈ ആയിട്ട് വരുന്നത്. പക്ഷേ ഞാൻ ഈ പറയുന്ന FIIs എന്ന് പറഞ്ഞാൽ ഈ ഹോട്ട് മണി, ഹെഡ്ജ് ഫണ്ട്സ്, അങ്ങനത്തെ ഷോർട്ട് ടേം പ്ലേയേഴ്സ് ആണ്. ലോങ് ടേം പ്ലേയേഴ്സ് ഒക്കെ ഇന്ത്യയിൽ ഓൾറെഡി ഇൻവെസ്റ്റഡ് തന്നെയാണ്. ഇപ്പം നമ്മൾ പറഞ്ഞില്ലേ, ബെയിൻ ക്യാപിറ്റൽ, വാർബർഗ് പിൻകസ്, ഇതേപോലുള്ള വലിയ വലിയ ഇൻവെസ്റ്റേഴ്സ് ഒക്കെ ഓൾറെഡി, ബ്ലാക്ക് സ്റ്റോൺ, ഇവരൊക്കെ ഓൾറെഡി ഇന്ത്യയിൽ ഇൻവെസ്റ്റഡ് ആണ്. ഈ എപ്പോഴും ഈ രാജ്യങ്ങൾ തമ്മിലുള്ള ഇങ്ങനെ ചാടി പോകുന്നില്ലേ, കുറച്ച് നാൾ ചൈനയിൽ ഇൻവെസ്റ്റ് ചെയ്യും, പിന്നെ ജപ്പാനിൽ ഇൻവെസ്റ്റ് ചെയ്യും, പിന്നെ ഇന്ത്യയിൽ ഇൻവെസ്റ്റ് ചെയ്യും. അങ്ങനെയുള്ള ആൾക്കാർ വരുന്നത് എപ്പോഴാണെന്നറിയോ, ഈ എമർജിംഗ് മാർക്കറ്റ് MSCI ഇൻഡെക്സിൽ ഇന്ത്യയുടെ വെയിറ്റേജ് കൂടുമ്പോഴാണ് അവർ വരുന്നത് എന്നുള്ളതാണ്. അപ്പോൾ അതാണ് അതിൻ്റെ പ്രത്യേകത എന്നുള്ളത്. അപ്പം ഇത് ഞാൻ പറഞ്ഞില്ലേ, അടുത്ത എത്രയോ നാളായിട്ട് നമ്മൾ റിപ്പോർട്ട് ചെയ്യണു ചൈനീസ് മാർക്കറ്റ് കയറിക്കൊണ്ടിരിക്കുന്നതിലാണ് FIIs കൊണ്ട് വീണ്ടും ഇൻവെസ്റ്റ് ചെയ്യണമെന്നുള്ളത്. അപ്പോൾ അതാണ് ഒരു FIIസിൻ്റെ രീതി എന്ന് പറയുന്നത്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഇതിനി കയറണമെന്നുണ്ടെങ്കിൽ ചൈനീസ് മാർക്കറ്റ് ഒന്ന് കറക്റ്റ് ചെയ്യും, ഇന്ത്യൻ മാർക്കറ്റ് കയറും കൂടെ ചെയ്യുമ്പോഴായിരിക്കാം ഈ FIIസിൻ്റെ ശരിക്കും പറഞ്ഞാൽ പൈസ തിരിച്ച് ഇന്ത്യൻ മാർക്കറ്റിലേക്ക് വരുന്നത്. ഒന്ന് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ മാർക്കറ്റിൽ നോക്കുകയാണെങ്കിൽ സ്മാർട്ട് മണി ഇൻ ഇന്ത്യ I think is chasing selected defense stocks. ഇന്നലെ ഭാരത് ഫോർജ്, ഇന്നലെ പൊതുവെ ഓട്ടോമൊബൈൽ സ്റ്റോക്സ് കയറിയതിൻ്റെ പുറകെ ഭാരത് ഫോർജും കയറി എന്ന് കൂടാതെ ഭാരത് ഫോർജിന് ശരിക്കും പറഞ്ഞാൽ അതിനകത്ത് കുറച്ച് ഡിഫൻസ് എന്താ പറയുക ഒരു ഇൻവോൾവ്മെൻറ്റും ഉണ്ട് എന്നുള്ളതാണ്. ഇപ്പം ഞാനൊന്ന് ഉറ്റുനോക്കുന്നത് എങ്ങനെയാണ് ഡിഫൻസ് സ്റ്റോക്സ് പെർഫോം ചെയ്യുന്നത് എന്നുള്ളതാണ്. നമുക്ക് നോക്കാം. എനിക്ക് തോന്നുന്നു ആ ഡിഫൻസിലാണ് ശരിക്കും പറഞ്ഞാൽ ഗവൺമെൻറ്റും ഒരുപാട് ഇമ്പോർട്ടൻസ് കൊടുത്ത് മേക്ക് ഇൻ ഇന്ത്യ കാര്യങ്ങളും, പ്രത്യേകിച്ച് ഈ ഇന്ത്യ ഓപ്പറേഷൻ സിന്ദൂറിലൊക്കെ ശരിക്കും പറഞ്ഞാൽ ഇന്ത്യൻ ഡിഫൻസിൻ്റെ പ്രോവസ് ഒക്കെ ശരിക്കും പറഞ്ഞാൽ ഗ്ലോബലി ഭയങ്കര അപ്രീഷിയേറ്റഡ് ആയിരുന്നു എന്നുള്ള. അപ്പോൾ ആ ഡിഫൻസ് സിസ്റ്റത്തിലെ ചില കമ്പനികളെ ഒന്ന് വാച്ച് ഔട്ട് ചെയ്യേണ്ടിയിരിക്കുന്നു. എനിക്ക് തോന്നുന്നു സ്മാർട്ട് മണി അവിടെ ചേസ് ചെയ്യുന്നുണ്ടോ എന്ന് സംശയമുണ്ട്. ജാസ്മിൻ. സുരേഷ് സാർ, നമുക്കിനി ഏതായാലും നമ്മുടെ ഒരു സ്പോട്ട്ലൈറ്റ് സ്റ്റോക്കിൻ്റെ ഒരു ടൈം ആയിട്ടുണ്ട്. ഏത് ബിസിനസ് മോഡലാണ് അല്ലെങ്കിൽ ഏതൊരു ബിസിനസ്സാണ് ഇന്ന് നമ്മൾ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് പങ്കുവയ്ക്കുന്നത്? ജാസ്മിൻ, സ്പോട്ട്ലൈറ്റ് സ്റ്റോക്കിൽ പോകുന്നതിന് മുമ്പേ സ്പൈസ് ജെറ്റിനെ ബേസ് ചെയ്തിട്ടൊരു ന്യൂസ് ഉണ്ട്. ഇപ്പോൾ സ്പൈസ് ജെറ്റ് എന്ന് പറയാൻ അറിയാലോ, ഇപ്പോൾ ഇന്ത്യൻ ഏവിയേഷൻ സെക്ടർ വളരെ എന്താ പറയുക ഓപ്റ്റിമിസ്റ്റിക് ആയിട്ട് ട്രാവൽ ആൻഡ് ടൂറിസം അതുപോലെ എയർലൈൻ സെക്ടറൊക്കെ നന്നായിട്ട് പെർഫോം ചെയ്തുകൊണ്ടിരിക്കുന്ന കാലഘട്ടം. ഇൻഡിഗോ എന്ന് പറയുന്ന സ്റ്റോക്ക് നല്ല
രീതിയിൽ പെർഫോമും ചെയ്തു എന്നുള്ളതാണ്. അവിടെ സ്പൈസ് ജെറ്റ് വളരെ വലിയൊരു ലഗാർഡായിരുന്നു. കാര്യം അതിനകത്ത് കുറേ ടെമ്പററി ആയിട്ടും പെർമനൻ്റ് ആയിട്ടും ഒക്കെ സ്ട്രക്ചറിലും ഒക്കെ ആയിട്ട് ഒരുപാട് പ്രോബ്ലംസ് ആ കമ്പനി എഫക്ട് ചെയ്തിരുന്നു. കടം തന്നെയാണ് അതിനകത്ത് വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം. അപ്പോൾ അങ്ങനെ ക്രെഡിറ്റ് സ്വിസ് എന്ന് പറയുന്ന കമ്പനി ബാങ്ക് ഉണ്ടല്ലോ, മറ്റേ നമ്മുടെ സ്വിസ് ബാങ്ക്, ആ ബാങ്കായിട്ട് ഇവർക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു 200 കോടിയുടെ കടം ഉണ്ടായിരുന്നു. ആ കടത്തിൻ്റെ സെറ്റിൽമെൻറ്റ് ശരിക്കും പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും വലിയ ഇഷ്യൂസ് ഒക്കെ ആയിട്ട് എനിക്ക് തോന്നുന്നു 2022 അവർ രണ്ടുപേരും കൂടെ ഒരു എഗ്രിമെൻറ്റിലേക്ക് വന്നു. അതായത് സ്ട്രക്ചേർഡ് ആയിട്ട് ഇതിനെ പേയ്മെൻറ്റേക്ക് നമുക്ക് ചെയ്യാമെന്നുള്ളത്. ഇപ്പോൾ ഇന്നലെ ഒരു റിപ്പോർട്ട് വന്നിരിക്കുന്നു, ശരിക്കും പറഞ്ഞാൽ ഫുള്ള് പേയ്മെൻറ്റ് കൊടുത്ത് തീർത്തിരിക്കുന്നു സ്പൈസ് ജെറ്റ് എന്നുള്ളതാണ്. അതായത് സ്പൈസ് ജെറ്റിൻ്റെ വലിയൊരു ഓവർ ഹാങ്, അത് വലിയൊരു നെഗറ്റീവ് ആയിരുന്നു ശരിക്കും പറഞ്ഞാൽ ബാലൻസ് ഷീറ്റിൽ ഈ ക്രെഡിറ്റ് സ്വിസിനുള്ള ഈ 200 കോടി കടം. അപ്പോൾ അത് കംപ്ലീറ്റ് കൊടുത്ത് തീർത്തിരിക്കുന്നു എന്നുള്ള. ഇപ്പോൾ സ്പൈസ് ജെറ്റിൻ്റെ നമ്മൾ സ്റ്റോക്ക് നോക്കുകയാണെങ്കിൽ ഞാൻ ജസ്റ്റ് ഒന്ന് നോക്കാൻ നേരത്ത് അതിൻ്റെ 52 വീക്ക് ഹൈ ഏതാണ്ട് 79 റുപ്പീസും 52 വീക്ക് ലോ ഏതാണ്ട് 31 റുപ്പീസ് 25 പൈസയാണ്. ഇപ്പോൾ സ്റ്റോക്ക് ട്രേഡ് ചെയ്യുന്നത് 33.69 ആണ്. ഇതൊരു റെക്കമെൻഡേഷനോ അഡ്വൈസോ സോളിസിറ്റേഷനോ അല്ല. ഇത്രയും നല്ലൊരു ടെയിൽ വിൻഡുള്ള ഏവിയേഷൻ സെക്ടറിൽ സ്പൈസ് ജെറ്റ് തിരിച്ചു വരാൻ ഉദ്ദേശിക്കുന്നു. ഇല്ലെങ്കിൽ 200 കോടി കൊടുത്ത് തീർക്കില്ലല്ലോ. അതാണ് 200 കോടിയുടെ ഒരു കമ്മിറ്റ്മെൻറ്റ്. അല്ലെങ്കിൽ അവർക്ക് ഈ പറഞ്ഞ പോലെ അങ്ങ് ബാങ്ക്രപ്സി ആയിട്ട് അങ്ങ് പോയി കേസൊക്കെ അങ്ങ് ഫൈറ്റ് ചെയ്താൽ മതി എന്നുള്ളതാണ്. ബട്ട് അവർ ആ 200 കോടി കൊടുത്തത് കുറച്ച് എൻകറേജിങ് ആയിട്ട് തോന്നുന്നു പറഞ്ഞു വെക്കുന്നു. അപ്പോൾ അതൊരു സൈഡിൽ നിന്നല്ലേ. അപ്പോൾ ഞാൻ ഈ മൊബൈലിൽ നോക്കിയാണ് ശരിക്കും ആ ന്യൂസ് വായിച്ചത്. അപ്പോൾ ആ മൊബൈലിൽ ഒരു കാര്യം പറഞ്ഞുകൊണ്ട് തന്നെ ശരിക്കും പറഞ്ഞാൽ ഞാൻ ഇന്നത്തെ സ്പോട്ട്ലൈറ്റ് സ്റ്റോക്കിലേക്ക് കയറാം. അതായത് വീട്ടിൽ ഒരു പൊതിച്ചോറ് മേടിച്ച ഒരു പൊതിച്ചോറ് നമ്മുടെ ഫുഡ് ആപ്പിൽ നിന്ന് മേടിച്ചു. ആ പൊതിച്ചോറ് മേടിക്കാൻ കാര്യം എന്ന് വെച്ചാൽ പെട്ടെന്നൊരു മിക്ക ദിവസവും ഞാൻ ചോറ് കഴിക്കാറില്ല. ഒരു ദിവസം ചോറ് കഴിക്കണമെന്ന് വീട്ടിൽ ഹോളിഡേ ആയിരിക്കുന്ന ദിവസം എനിക്കതിന് ആഗ്രഹം തോന്നിയിട്ട് ഒരു പൊതിച്ചോറ് കഴിക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിട്ട് ഞാനൊന്ന് മേടിച്ചാണ്. അതായത് 130 രൂപയാണ് പൊതിച്ചോറിന്. ആ കണ്ടിട്ടാണ് ഞാൻ കയറി ആപ്പിൽ ഞാനൊന്ന് ഇത് ക്ലിക്ക് ചെയ്തിട്ട് ഗൂഗിൾ പേ വഴി ഇത് പേയ്മെൻറ്റ് ചെയ്ത് 130 രൂപ. അവസാനം ബില്ല് വന്നത് എത്രയാണെന്ന് വെച്ചാൽ 130 രൂപ പൊതിച്ചോറിൻ്റെ വില. ഓർഡറിൻ്റെ പാക്കേജിങ് ചാർജസ് 5 റുപ്യ. നമുക്ക് സഹിക്കാം, കാര്യം വെച്ചാൽ അതിന് പാത്രവും അതും ഇതൊക്കെ വേണമല്ലോ പൊതിച്ചോറിന് വേണ്ടിയിട്ട്. 5 റുപ്യ ഓർഡർ പാക്കേജിങ് ചാർജസ്. പ്ലാറ്റ്ഫോം ഫീ ചാർജ് ചെയ്യുന്നതാണ്, പ്ലാറ്റ്ഫോം ചാർജ് ചെയ്യുന്നതാണ് 14.99 റുപ്പീസ്. റെയിൻ ഫീ, കുറച്ച് മഴയുണ്ടായിരുന്നു അതുകൊണ്ട് 25 രൂപ അവർ കൂടുതലെടുത്തു. ഓക്കെ പോട്ടെ, റെയിൻ ഫീ അങ്ങനെ പോയി. ഡെലിവറി ഫീ 55 രൂപയാണ്. എനിക്ക് ഫ്രീ ആയിരുന്നു, കാര്യം എനിക്ക് അതിനകത്ത് മെമ്പർഷിപ്പ് ഉള്ളതുകൊണ്ട്. ആ പ്ലാറ്റ്ഫോമിൽ എനിക്ക് മെമ്പർഷിപ്പ് ഉള്ളതുകൊണ്ട് എനിക്കില്ല. ബട്ട് നമുക്ക് അങ്ങനെ ഉള്ളതായിട്ട് തന്നെ എടുക്കാം. ഡെലിവറി ഫീ 55 റുപ്പീസ്. ടാക്സസ് 6.75 രൂപ. ഓക്കെ, 6.75 പൈസ. ടോട്ടൽ 130 രൂപയുടെ പൊതിച്ചോറ് എനിക്ക് ബില്ല് ചെയ്തപ്പോൾ വന്ന വില 237 രൂപ. ഈ 237 രൂപ, അതായത് ഒന്ന് ആലോചിച്ച് നോക്കണം, സ്വിഗ്ഗിക്ക് കിട്ടിയ ചാർജസ് പ്ലാറ്റ്ഫോം ഫീ എന്നുള്ള ഇനത്തിൽ 14.99 റുപ്പീസ്. റെയിൻ, മഴ കാരണം 25 രൂപ. ചിലപ്പോൾ ട്രാഫിക് കാരണം അവരെടുക്കും, ചിലപ്പോൾ മഴ കാരണം എടുക്കും. പിന്നെ ഡെലിവറി ഫീ ഏതാണ്ട് 55 രൂപ. എല്ലാം കൂടെ ചേർന്ന് 130 രൂപയ്ക്ക് എനിക്ക് പൊതിച്ചോറ് വന്നപ്പോൾ 95 രൂപ അടുപ്പിച്ചുള്ള കാശ് അവരെടുത്തു എന്നുള്ളതാണ്. അതായത് 130 രൂപയുടെ ഓർഡറിനാണ് 99 രൂപ. പോട്ടെ, പക്ഷേ ഈ പറയുന്ന പോലെ അതിനകത്ത് രസകരമായിട്ടുള്ള കാര്യം, അങ്ങനെ ഒരു ബിസിനസ് മോഡൽ നിലനിൽക്കുമ്പോൾ അതിനെ നമ്മൾ സ്പോട്ട്ലൈറ്റ് സ്റ്റോക്കിൽ കൊണ്ടുവന്നില്ലെങ്കിൽ അതിൽ അർത്ഥമില്ല എന്നുള്ള രീതിയിലാണ് ഞാൻ മുന്നോട്ട് പോയെന്നുള്ളതാണ്. അപ്പോൾ ഇന്നത്തെ സ്പോട്ട്ലൈറ്റ് സ്റ്റോക്ക് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ സ്വിഗ്ഗിയാണ്, ഇറ്റേണൽ അല്ല എന്നുള്ള. ഇപ്പോൾ 2013-14 അന്നൊക്കെ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഇന്ത്യയിൽ ഇൻ്റർനെറ്റ് ഉണ്ടായിരുന്നെങ്കിലും നമ്മൾ അത്ര ഡിജിറ്റലി കണക്ട് ചെയ്തിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് അന്ന് ഈ നമ്മുടെ ഈ ഓൺലൈൻ ഷോപ്പിംഗ് ആയ ഫ്ലിപ്കാർട്ടും ആമസോണും ഒക്കെ നന്നായിട്ടുണ്ടായിരുന്നെങ്കിലും ഫുഡ് ഡെലിവറി അത്രയ്ക്ക് രീതിയിൽ ഫ്ലറിഷ് ചെയ്തിരുന്നില്ല. പിന്നെയാണ് നമ്മൾ ഈ പറഞ്ഞ ജൻധൻ ആധാർ മൊബൈൽ, ആ ജാം എന്ന് പറയുന്ന ഒരു കോമ്പിനേഷൻ വന്നോടുകൂടിയും ഗൂഗിൾ പേ ഒക്കെ ഭയങ്കരമായിട്ട് വളരെ റെലവൻ്റ് ആയിട്ട് വന്നോടുകൂടി എസ്പെഷ്യലി പിന്നെയാണ് അത് ഭയങ്കരമായിട്ട് ശരിക്കും പറഞ്ഞാൽ അതൊരു നല്ല രീതിയിൽ ഒരു പ്രോഫിറ്റ്, അല്ലെങ്കിൽ പ്രോഫിറ്റബിൾ അല്ല, വളരെ ഒരു ഇമ്പോർട്ടൻറ്റ് ബിസിനസ് ആയിട്ട് മാറി എന്നുള്ളത്. പിന്നെ കോവിഡും കൂടെ കഴിയുമ്പോൾ നമ്മൾ പറയണ്ടല്ലോ അതിൻ്റെ ഇമ്പോർട്ടൻസ്. ഇപ്പം നമ്മൾ ഏത് ഫ്ലാറ്റിൻ്റെ വാതിക്കെ നോക്കിയാലും ഒരു 10-12 ഡെലിവറി പ്ലാറ്റ്ഫോംസിൻ്റെ, അതൊന്നില്ലെങ്കിൽ സൊമാറ്റോ ആവാം, ഇറ്റേണൽ ആവാം, അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ സ്വിഗ്ഗി ആവാം എന്നുള്ളതാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ 2013-14 ഇതൊന്നും വലിയ പോപ്പുലർ അല്ലായിരിക്കുന്ന സമയത്ത് അന്ന് ഈ ഡെലിവറി എന്ന് പറയുന്നത് ലെങ്തിയർ ആയിട്ടുള്ള ഡെലിവറി, അതായത് ലാർജർ ഡ്യൂറേഷൻ, ഒരു എന്താ പറയുക ഒരു ഓൺലൈൻ മാർക്കറ്റ് പ്ലേസ് ആയ ആമസോണിൽ നിന്ന് ഫ്ലിപ്കാർട്ടിൽ നിന്ന് മേടിക്കുന്ന ബിസിനസ് മോഡൽ നന്നായിട്ട് വർക്ക് ചെയ്തെങ്കിലും ഈ ഷോർട്ട് ഡെലിവറി നന്നായിട്ട് ഒരു വർക്ക് ചെയ്തിരുന്നില്ല. അപ്പോൾ ആ സമയത്ത് 2013-14 3 നല്ല ഇൻ്റലിജൻറ്റ് ബ്രെയിൻസ് ബാംഗ്ലൂരിലുള്ള പയ്യന്മാർ ശരിക്കും പറഞ്ഞാൽ ഒരു ബിസിനസ് ഓപ്പർച്യൂണിറ്റി അവിടെ ഐഡൻറ്റിഫൈ ചെയ്ത് എന്തുകൊണ്ട് നമുക്ക് ചെറിയ സമയങ്ങളിൽ നമുക്കിത് ഡെലിവറി ചെയ്തുകൂടാ. അങ്ങനെ ശ്രീ ഹർഷ, നന്ദൻ റെഡ്ഡി, ഇവർ രണ്ടുപേരും ഈ ബിറ്റ്സ് പിലാനിയിലെ ഗ്രാജുവേറ്റ്സ് ആണ്. അതുകൂടാതെ രാഹുൽ ജയ് മിനി എന്ന് പറഞ്ഞാൽ IIT ഖരഗ്പൂറിലെ
ഇവർ 3 പേരും കൂടെ ചേർന്നാണ് ഒരു പുതിയ ഒരു ഐഡിയ ഇവർ കൊണ്ടുവരുന്നത്. ഇപ്പോൾ ഈ ശ്രീ ഹർഷയുടെ ശരിക്കും പറഞ്ഞ ഒരു ബാക്ക്ഗ്രൗണ്ട് നോക്കുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഫാദർ ഒരു റെസ്റ്റോറൻറ്റ് ഓണറായിരുന്നു വിജയവാഡ. അതായത് ഈ ആന്ധ്രയിൽ വിജയവാഡയിൽ SP ഹർഷയുടെ ഫാദർ ഒരു എന്താ പറയുക ഈ റെസ്റ്റോറൻറ്റ് ഓണർ ആയിരുന്നു എന്നുള്ള മേ ബി അതൊക്കെ ആയിരിക്കാം ഇദ്ദേഹത്തിനെ പ്രോംപ്റ്റ് ചെയ്തതെന്നുള്ള. പിന്നെ നന്ദൻ്റെ ഫാമിലി എനിക്ക് തോന്നുന്നു കൺസ്ട്രക്ഷൻ ബിസിനസ്സിലായിരുന്നു, എക്സ്പോർട്ട് ഇമ്പോർട്ടിലൊക്കെ ആയിരുന്നു അദ്ദേഹം കൂടുതലും ഉണ്ടായിരുന്നത്. ഈ നന്ദൻ ഇൻഫോസിസിൽ ഒരു സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആയിരുന്നു എന്നുള്ളത് നമുക്ക് പറഞ്ഞു വെക്കേണ്ടത്. പിന്നെ ഹർഷ കുറച്ച് ലണ്ടനിലൊക്കെ കുറച്ച് ട്രേഡിങ്ങും ഒക്കെ ആയിട്ട് ഹർഷ അങ്ങനെ നിൽക്കുന്ന സമയത്ത് രാഹുൽ ജൈമിനിയും കൂടെ ചേർന്ന് വന്നു. രാഹുൽ ജൈമിനി എന്ന് പറഞ്ഞാൽ മിന്ത്രയിൽ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ. അങ്ങനെ ഈ 3 ബ്രെയിനും കൂടെ ചേർന്നാണ് അവരൊരു ഫസ്റ്റ് ഒരു ലോജിസ്റ്റിക് സ്റ്റാർട്ടപ്പ്, അതായത് ബണ്ടിൽ BUNDL എന്ന് പറയുന്ന ഒരു ആപ്പായിട്ട് വന്നു. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി അത് ക്ലിക്കായില്ല. ഓക്കെ, പിന്നെയാണ് അവർ സ്വിഗ്ഗി എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോം കണ്ടുപിടിക്കുന്നത്. കോറമംഗല നെയ്ബർഹുഡിലാണ് അതിൻ്റെ എന്താ പറയുക അതിൻ്റെ ബർത്ത് എന്ന് പറയുന്നത്. അപ്പോൾ അന്ന് ഫുഡ് ഡെലിവറിയിൽ ശരിക്കും പറഞ്ഞാൽ ഓൾറെഡി അന്ന് ഊബർ ഈറ്റ്സ്, ഓല കഫേ, ടൈനി ഓവൾ, ഫുഡ് പാണ്ടയൊക്കെ ഉണ്ട്, ഇത്തിരി കോമ്പറ്റീഷനൊക്കെ ഉണ്ടെന്ന് ആരും നന്നായിട്ട് പോകുന്നൊന്നുമില്ല. അവിടെ നിന്നാണ് ശരിക്കും പറഞ്ഞാൽ ആ മാർക്കറ്റ് ഒന്ന് ഡിസ്റപ്റ്റ് ചെയ്യാനായിട്ട് വന്ന ഒരു സ്റ്റാർട്ടപ്പാണ് സ്വിഗ്ഗി എന്ന് പറയുന്നത്. അത് ഈ 3 യങ്സ്റ്റേഴ്സിൻ്റെ ബ്രെയിൻ ആണ് എന്നുള്ള. അപ്പോൾ അന്നത്തെ അവർ കണ്ട ഒരു ബിസിനസ് മോഡൽ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ പറഞ്ഞ പോലെ ടൈനി ഓവൾ, ഫുഡ് പാണ്ടയൊക്കെ എന്ന് വെച്ചാൽ അവരുടെ ഫുഡ് ഡെലിവറി ബിസിനസ് ഔട്ട്സോഴ്സ് ചെയ്തിരുന്നു. അല്ലെങ്കിൽ അവർ ഇതിലേപോലെ ഇൻ്റഗ്രേറ്ററായിട്ട് നിന്നേ ഉള്ളൂ റെസ്റ്റോറൻറ്റിൻ്റെ ഭാഗത്ത് നിന്ന് ഡെലിവറി ചെയ്തിരുന്നു. അതിന് പകരം സ്വിഗ്ഗി അന്ന് എടുത്ത ഡിസിഷൻ വെച്ചാൽ നമുക്കൊരു കാര്യം ചെയ്യാം, നമ്മുടേതായ ഒരു ഫ്ലീറ്റ് ഓപ്പറേറ്റ് ചെയ്യാം. അതായത് നമുക്ക് ഡെലിവറി എന്താ പറയുക ബോയ്സിനെ നമ്മൾ സ്വന്തമായിട്ട് വെച്ചിട്ട് നമുക്കിത് ചെയ്യാമെന്നാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു അന്ന് ഒരു കണക്കനുസരിച്ച് 6 ഡെലിവറി ബോയ്സും 25 റെസ്റ്റോറൻറ്റ്സും ആയിരുന്നു അവരുടെ ആ ഒരു എന്താ പറയുക അവരുടെ ആ ലിസ്റ്റിൽ ഉണ്ടായിരുന്നതെന്നുള്ള. എന്നിട്ട് അവർ 30 മിനിറ്റിൽ ഡെലിവറി ചെയ്യാം എന്ന് പറഞ്ഞ് തുടങ്ങിയതാണ് സ്വിഗ്ഗിയുടെ കഥ എന്ന്. ഇപ്പോൾ 2025 ആകുമ്പോഴത്തേക്കും നമ്മൾ നോക്കുമ്പോൾ എന്നറിയോ ഏതാണ്ട് 580 സിറ്റി അവർ കവർ ചെയ്യും. 14 തൊട്ട് 13,000 റെസ്റ്റോറൻ്റായിട്ട് പാർട്ട്ണർഷിപ്പ് ഉണ്ട്, 45,000 ഡെലിവറി ഏജൻ്റ് ഉണ്ട്. അതായത് ഡെയിലി ഓർഡർ 1.4 മില്യൺ എന്നുള്ള രീതിയിലാണ്. ഇത് മാത്രമല്ല ഈ സ്വിഗ്ഗിയുടെ പുറകിലൊരു കഥയെന്ന് ഇപ്പോൾ നമ്മളിപ്പോൾ ഈ പറഞ്ഞ പോലെ നമ്മുടെ ഈ ഓഫീസിൻ്റെ ചുറ്റുവട്ടം എന്ന് വിചാരിക്കാം. സ്വിഗ്ഗിക്കാർക്കറിയാം ഇവിടെ ഏത് സമയത്താണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ ഭക്ഷണം ഓർഡർ ചെയ്യണത്, ഏത് ദിവസം, ഏത് സമയം, ഏത് വീട്ടുകാർ, ഏത് ഏജ് ബ്രാക്കറ്റിലുള്ളവർ എന്നുള്ള എല്ലാ ഡീറ്റെയിൽസ്. അതുമാത്രമല്ല ഈ സ്ക്വയർ കിലോമീറ്ററിൽ എത്രത്തോളം ആൾക്കാർ ബിരിയാണി കഴിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഫ്രൈഡ് റൈസ് കഴിക്കുന്നുണ്ട്, പിസ്സ കഴിക്കുന്നുണ്ടെന്നുള്ള എല്ലാ ഡേറ്റ അനലിറ്റിക്സും ഇവരുടെ കയ്യിലുണ്ടെന്നുള്ള. അപ്പോഴുള്ള മറ്റുള്ള കമ്പനികൾ ശരിക്കും പറഞ്ഞാൽ ഇത് മനസ്സിലാക്കിയാൽ മാത്രമേ, ഇപ്പോൾ നമ്മൾ ഈ ഡൊമിനോസ് പിസ്സ പറയുന്നില്ലേ, ജൂബിലൻറ്റ് ഫുഡ് വർക്ക്സ്, അവർ മാത്രം എത്രയോ ഞാൻ കേട്ട് മനസ്സിലാക്കിയിരിക്കുന്ന ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എൻജിനീയേഴ്സിനെ ഒരുപാട് പേരെ ഈ റെസ്റ്റോറൻറ്റിൻ്റെ ഈ പ്ലാറ്റ്ഫോം ബിസിനസ്സിൽ അവർ വർക്ക് ചെയ്യിപ്പിക്കുന്നുണ്ടെന്നുള്ള. അതായത് എങ്ങനെയാണ് ഹാബിറ്റ്, എവിടെയാണ് ട്രാഫിക് ബ്ലോക്ക്, ആ ട്രാഫിക് ബ്ലോക്കുള്ള സ്ഥലത്തേക്ക് ഡെലിവറി ചെയ്യാതിരിക്കുക. കാര്യം അത്രയും സമയം ഇവർക്ക് പോകും. 30 മിനിറ്റ് എടുക്കേണ്ട സ്ഥലത്ത് 1.5 മണിക്കൂറൊക്കെ എടുക്കും. അപ്പോൾ അതുകൊണ്ട് ആ സ്ഥലത്ത് ചെയ്യാതിരിക്കുക. മഴയാണെങ്കിൽ റെസ്റ്റോറൻറ്റ് തൽക്കാലം ഓർഡർ എടുക്കാതിരിക്കുക. അങ്ങനത്തെ രീതിയിൽ, അതായത് വളരെ കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള രീതിയിൽ ചെയ്യുന്ന രീതിയിലേക്ക് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ഹെൽപ്പോടുകൂടി ഈ ഫുഡ് ഡെവലപ്പിംഗ് പ്ലാറ്റ്ഫോംസ്, അതായത് ഒരുപാട് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസും ഡേറ്റ അനലിറ്റിക്സും ഈ പ്ലാറ്റ്ഫോംസിൻ്റെയൊക്കെ പുറകിൽ ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇതിന് ശരിക്കും പറഞ്ഞാൽ ഈ സ്വിഗ്ഗിയുടെ സർവീസസ് എന്താണെന്നറിയും, സ്വിഗ്ഗിക്ക് ഡൈൻ ഔട്ട്സ് പറഞ്ഞുണ്ട്. അതായത് ഇപ്പോൾ ഡൈൻ ഔട്ട്സ് പറഞ്ഞാൽ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ശ്രദ്ധിക്കാറില്ല, നമ്മൾ ഫുഡ് മാത്രം ഓർഡർ ചെയ്യാറുള്ളൂ. നമ്മൾ ആപ്പിൽ നോക്കുകയാണെങ്കിൽ ഡൈൻ ഔട്ട്സ് നോക്കുകയാണെങ്കിൽ പല റെസ്റ്റോറൻറ്റ്സിലും നമുക്ക് ടേബിൾ ബുക്ക് ചെയ്യാം. അതായത് ചിലപ്പോൾ അവരുടെ ബുഫേ 2,000 രൂപയായിരിക്കും ഒരാൾക്ക്, ചിലപ്പോൾ അവരുടെ ഒരു ഓഫർ ഉണ്ടാകും 2 പേർക്കും കൂടി 1000 രൂപയേ ഉള്ളൂ. അപ്പോൾ ആ ഡൈൻ ഔട്ട്സും ആ ടേബിൾ ബുക്കിങ്സും ഡിസ്കൗണ്ടും ഒക്കെ ശരിക്കും പറഞ്ഞാൽ ഈ സ്വിഗ്ഗി ഡൈൻ ഔട്ട്സ് വഴി ചെയ്യുന്നത് ഒരു സർവീസ്. രണ്ടാമത് നമുക്കറിയാമല്ലോ ഫുഡ് ഡെലിവറി തന്നെ, നമുക്കത് പ്രത്യേകിച്ച് പറയേണ്ടല്ലോ, ഫുഡ് ഡെലിവറി തന്നെയാണ്. പിന്നെ സ്വിഗ്ഗി ജീനി എന്ന് പറഞ്ഞാൽ ഒരു സാധനം എന്താ പറയുക പിക്കപ്പ് ആൻഡ് ഡ്രോപ്പ് സർവീസസ്. പക്ഷേ അപ്പോൾ അത് പല സിറ്റീസിലും ഇപ്പോൾ ഇല്ല, പലയിടത്തും അത് ഹോൾട്ട് ചെയ്തു എന്നുള്ളത് മനസ്സിലാക്കി. പിന്നെ ഇൻസ്റ്റാമാർട്ട് നമുക്കറിയാലോ 15 തൊട്ട് 20 മിനിറ്റ് കൊണ്ട് ഗ്രോസറി നിങ്ങളുടെ വീട്ടിലേക്ക് എത്തിക്കുക എന്നുള്ള. പിന്നെ സ്നാക്ക് എന്ന് പറഞ്ഞാൽ SNACC എങ്ങാണ്ട് പറഞ്ഞിട്ട് അവരൊരു പുതിയ സർവീസ് തുടങ്ങിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു അവർ ബാംഗ്ലൂരിലാണ് തുടങ്ങിയത്. പുതിയൊരു സർവീസാണ്. അതായത് 10 മിനിറ്റ് കൊണ്ടുള്ള ഒരു ഡെലിവറി. വളരെ എന്താ പറയുക ഈ IRCTC റെയിൽവേ ഇത് ഈ ട്രെയിനിനൊക്കെ കൊടുക്കാനായിട്ടേ 10 മിനിറ്റിനുള്ള രീതിയിൽ ഫുഡ് ഡെലിവറിയും അതും ഇതുമൊക്കെ വെച്ചിട്ടുണ്ട് എന്നുള്ള. അപ്പോൾ ഇവരുടെ ബിഗ്ഗസ്റ്റ് സോഴ്സ് ഓഫ് റവന്യൂ എന്ന് പറഞ്ഞാൽ റെസ്റ്റോറൻറ്റിൽ നിന്നുള്ള കമ്മീഷനാണ്. നമ്മളിപ്പോൾ പറഞ്ഞില്ലേ 500 രൂപയ്ക്ക് ഓർഡർ ചെയ്യുമ്പോൾ ശരിക്കും പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഇവരൊരു 20-25% ഇവരെ കയ്യിൽ തന്നെ വയ്ക്കും. റെസ്റ്റോറൻറ്റിൽ നിന്ന് നമ്മുടെ 500 രൂപയ്ക്ക് നമ്മൾ ഓർഡർ ചെയ്യാൻ നേരത്തെ, അതായത് ഇവർക്കൊരു 100 രൂപ 150 രൂപ കിട്ടും, ബാക്കിയാണ് റെസ്റ്റോറൻറ്റിന് കിട്ടുന്നത്. അതാണ് ഇവരുടെ മെയിൻ സോഴ്സ് ഓഫ് റവന്യൂ. പിന്നെ നമ്മൾ ഈ പറഞ്ഞ പോലെ ഡെലിവറി ചാർജസ് ഫ്രം കസ്റ്റമേഴ്സ്. നമ്മൾ പറഞ്ഞല്ലോ കസ്റ്റമേഴ്സിൻ്റെ ഇന്ന് ഇപ്പോൾ ഈ പറഞ്ഞ പോലെ പീക്ക് അവറിലാണ് അല്ലെങ്കിൽ ഓർഡറിങ് നമ്മൾ ചെയ്യുന്നത് ഒരു സ്മോൾ ക്വാണ്ടിറ്റി ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അവരൊരു എക്സ്ട്രാ 25 to 50 റുപ്പീസ് വരെ മേടിക്കുന്നുള്ള. പിന്നെ ഇത് മാത്രമല്ല, നമ്മൾ അവരുടെ ആപ്പ്
തുറക്കാൻ നേരത്ത് നമ്മൾ ആ റിയൽ എസ്റ്റേറ്റ് കാണുമല്ലോ, അതായത് ആപ്പിൻ്റെ റിയൽ എസ്റ്റേറ്റ്, അതിനകത്തേക്ക് ഈ ടോപ്പ് റെസ്റ്റോറൻറ്റ്സ് എന്ന് പറയുന്നത് കാണിക്കുന്നതൊക്കെ ഈ പറയുന്ന പോലെ അഡ്വർടൈസ്മെൻറ്റ്സ് ആണ്. ആ അഡ്വർടൈസ്മെൻറ്റ്സിനും കൂടെ കാശ് കിട്ടും എന്നുള്ളതാണ്. പിന്നെ സ്വിഗ്ഗി ഇൻസ്റ്റാമാർട്ട് എന്ന് വെച്ചാൽ നമ്മൾ FMCGയുടെ കമ്പനി കയ്യിൽ നിന്ന് ഡിസ്കൗണ്ടിൽ ബൾക്കായിട്ട് ഇവർ മേടിച്ചിട്ട് നമുക്ക് MRPക്ക് തരുമ്പോൾ അതിൻ്റെ ഒരു മാർജിൻ. പിന്നെ ഇതുകൂടാതെ ഇവർക്ക് സബ്സ്ക്രിപ്ഷൻ സർവീസസ് ഉണ്ട്, ഏതാണ്ട് 399 to 899 പാക്കേജ് ഒക്കെ ഉണ്ട്. അതെടുക്കുന്നതും ഇവർക്ക് ഭയങ്കര രീതിയിൽ പ്രോഫിറ്റബിൾ ആണ് എന്നുള്ളതാണ്. പിന്നെ ഈ ഡൈൻ ഔട്ടിൻ്റെയൊക്കെ ഇതിൽ അവർക്കൊരു കമ്മീഷനും കൂടെ കിട്ടുമെന്നുള്ള. ഇപ്പോൾ ഈ അടുത്ത കാലത്ത് ഈ ക്വിക്ക് കോമേഴ്സ് നന്നായിട്ട് വരുന്നു. അതുപോലെ ഈ സ്നാക്ക് എന്ന് പറഞ്ഞാൽ 10 മിനിറ്റ് ഡെലിവറി, ഈ ട്രെയിനും IRCTC ഒക്കെ ടൈപ്പ് ചെയ്ത് ട്രെയിനിലൊക്കെ ഡെലിവറി ചെയ്യുന്ന ബിസിനസ്സും നന്നായിട്ട് ഗ്രോ ചെയ്യുന്നു. അത് മാത്രമല്ല പുതിയതായിട്ട് നമ്മൾ മനസ്സിലാക്കുന്ന കാര്യം വെച്ചാൽ കോമ്പറ്റീഷനെയൊക്കെ ടേക്ക് ഓൺ ചെയ്യാനായിട്ട് ആവശ്യത്തിന് ക്യാഷ് ഇതിൻ്റെ ബാലൻസ് ഷീറ്റിലേക്ക് അടുത്ത ഒരു കൊല്ലത്തിലേക്ക് ഉണ്ട് എന്നുള്ളതാണ്. അതിൻ്റെ യൂണിറ്റ് എക്കണോമിക്സ് ഒക്കെ നന്നായി ഇമ്പ്രൂവ് ചെയ്ത കാരണം സ്വിഗ്ഗി നല്ല രീതിയിൽ മുന്നോട്ട് പോകും എന്നാണ് പറയപ്പെടുന്നത്. 11% സ്റ്റേക്ക് സ്വിഗ്ഗിക്ക് റാപ്പിഡോയിലുണ്ട് കേട്ടോ. ഈ റാപ്പിഡോ ശരിക്കും പറഞ്ഞാൽ റാപ്പിഡോൻ്റെ വാല്യുവേഷൻ എനിക്ക് തോന്നുന്നു 25,000 കോടി എങ്ങാണ്ടാണെന്നാണ് അതിൻ്റെ വാല്യൂഷൻ. അപ്പോൾ 10-11% എന്ന് പറയുമ്പോൾ ഏതാണ്ട് 2,500 കോടിയുടെ വാല്യൂഷൻ്റെ സ്റ്റോക്സ് റാപ്പിഡോൻ്റെ സ്വിഗ്ഗിയുടെ കയ്യിലുണ്ടെന്നുള്ള. സ്വിഗ്ഗിയുടെ മാർക്കറ്റ് പ്രൈസ് 443 രൂപയാണ്. അതായത് മാർക്കറ്റ് ക്യാപ്പ് 1,10,500 രൂപയാണെന്നുള്ളതാണ്. സൊമാറ്റോ ആയിട്ട് ഡിസ്കൗണ്ടിലാണ് ഇത് ട്രേഡ് ചെയ്യണത്. ബട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം, ഇവരുടെ റവന്യൂ 15,220 കോടിയാണ് FY25 എങ്കിലും അവരുടെ ലോസ് 3,600 കോടി. ഇത്രയും കാശ്, അതായത് ഞാൻ പറഞ്ഞല്ലോ 130 രൂപയുടെ പൊതിച്ചോറ് എനിക്ക് 237 തന്നിട്ട് പോലും അവർക്ക് ഈ പറയുന്ന പോലെ അതൊരു ലോസ് ആണ് എന്നുള്ളതാണ് അതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. 3,100 കോടി ലോസ്. ആ കമ്പനിയാണ് ഈ പറയുന്ന പോലെ 1,10,000 കോടി വാല്യുവേഷനായ മാർക്കറ്റ് ക്യാപ്പിൽ ഇത് ട്രേഡ് ചെയ്യണമെന്നുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അടുത്ത കാലത്ത് CLSA, അതായത് ക്രെഡിറ്റ് ലിയോനൈസ് എന്ന് പറഞ്ഞാൽ ഫോറിൻ ബ്രോക്കറേജ് ഉണ്ടല്ലോ, അവരുടെ ബിറ്റ്സ് ആൻഡ് പീസസ് എന്ന് പറഞ്ഞൊരു റിപ്പോർട്ടുണ്ട്. അതിനകത്ത് ശരിക്കും പറഞ്ഞാൽ അവരൊരു ചോദ്യം ചോദിച്ചു. അതായത് അവരുടെ CLSAൻ്റെ വേൾഡ് വൈഡ് ആയിട്ടുള്ള സെയിൽസ് പേഴ്സൻ്റെ അടുത്ത് ചോദിച്ചു, ഗിവൺ $1 മില്യൺ, നിങ്ങളുടെ കയ്യിൽ $1 മില്യൺ തരികയാണെങ്കിൽ നിങ്ങൾ ഒരു സ്റ്റോക്ക് ഏതായിരിക്കും നിങ്ങളുടെ മേടിക്കുക, ഇന്ത്യൻ മാർക്കറ്റിൽ ഏതാണ് മേടിക്കുക എന്ന് വെച്ചപ്പോൾ എല്ലാവരും പറഞ്ഞത് സ്വിഗ്ഗി ആയിരുന്നില്ല, ഇറ്റേണൽ ആയിരുന്നു എന്നുള്ളതാണ് അതിനകത്ത് രസകരമായിട്ടുള്ള കാര്യം. ഇപ്പോൾ ഞാൻ സ്വിഗ്ഗിയെ ഒന്ന് അവതരിപ്പിക്കാൻ കാര്യം വെച്ചാൽ ഈ പ്ലാറ്റ്ഫോം ബിസിനസ്സിൻ്റെ ആ ബിസിനസ് മോഡൽ എന്താണെന്ന് അറിയിക്കാനും അതിൻ്റെ എങ്ങനെയാണ് അവർക്ക് റവന്യൂ കിട്ടുന്നതെന്ന് അറിയിക്കാനാണ്. കമ്പനി ലോസിലാണ് എന്നുള്ള, ബട്ട് ഈവൻ ദെൻ ഈ മോഡൽ ഇങ്ങനെയാണെന്ന് ഒരു സ്കൂൾ ഓഫ് തോട്ട് പറയണം. അതായത് ഇത് ഇങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, നിങ്ങൾ ലോസ് ഒന്നും നോക്കണ്ട, ഭാവിയിൽ ഇത് വലിയൊരു കമ്പനിയാവും, ബട്ട് ഇത് ട്രേഡ് ചെയ്യണത് വളരെ ഓവർ വാല്യുവേഷൻ കാറ്റഗറിയിലാണ് എന്ന് പറഞ്ഞ് ഈ സ്റ്റോക്ക് കയറൂല എന്നുള്ള അഭിപ്രായം എനിക്ക് ഒരിക്കലും ഇല്ല. ബട്ട് ഇതൊരു റെക്കമെൻഡേഷനോ സോളിസിറ്റേഷനോ ബൈ അഡ്വൈസ് ആയിട്ടോ കൺസിഡർ ചെയ്യാതിരിക്കുക എന്നുള്ള ജാസ്മിൻ വോട്ട്. യെസ്, ഏതായാലും ഇവിടെ ഇന്ന് ഒരുപാട് സ്റ്റോക്കുകൾ നമ്മൾ സംസാരിച്ചിട്ടുണ്ട്, ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അതൊന്നും തന്നെ ഒരു അഡ്വൈസോ റെക്കമെൻഡേഷനോ അല്ല, ഒരു ഇൻഫർമേഷൻ പർപ്പസ് മാത്രമാണ് എന്നുള്ളത് ഓർമ്മപ്പെടുത്തുന്നു. നിങ്ങളുടെ നിക്ഷേപം നടത്തുന്നതിന് മുൻപ് ഒരു സെബി രജിസ്റ്റേർഡ് റിസർച്ച് അനലിസ്റ്റിനെയോ ഇൻവെസ്റ്റ്മെന്റ് അഡ്വൈസറെയോ കൺസൾട്ട് ചെയ്യുക. ഇനി അടുത്ത മണിക്കൂറിൽ വീണ്ടും ഞങ്ങളുടെ റിസർച്ച് ടീം നിങ്ങളോടൊപ്പം ജോയിൻ ചെയ്യും. സ്റ്റേ ട്യൂൺഡ്.